അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുന്നു. കർത്താവ്, 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. ഈശോ ഇന്നീ പ്രാർത്ഥനയുടെ കുരിശിൻ്റെ ഒരു ആശീർവാദം കിട്ടിയിട്ട് തങ്ങളുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരെയാണ് ഈശോ ഞാനിപ്പോൾ പ്രധാനമായിട്ട് ഓർക്കുന്നത്. ഇന്നത്തെ യാത്രകളെല്ലാം ഞാൻ ആശീർവദിക്കുന്നു. നിൻ്റെ ഓരോ സംസാരവും നീ ആരോടൊക്കെ നിന്ന് സംസാരിച്ചാലും അതെല്ലാം നിനക്ക് അനുകൂലമായി വരാൻ ഞാൻ ആശീർവദിക്കുന്നു. നീ രേഖകൾ ഒപ്പിടുമ്പോഴേ കർത്താവിൻ്റെ ആശീർവാദം ഞാൻ നിനക്ക് നൽകുന്നു. നീ ഒരു പുസ്തകം വായിക്കുമ്പോഴേ, നീ എഴുതുമ്പോഴേ, നീ ഒരു രേഖ കൈമാറുന്നത് എല്ലാ പ്രക്രിയകളെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. നീ ഇന്ന് ആശുപത്രിയിലാണ് പോകണമെന്നുണ്ടെങ്കിൽ നിൻ്റെ ഡോക്ടർ നിൻ്റെ വിഷയങ്ങളെല്ലാം കേൾക്കുകയും കൃത്യമായ മരുന്ന് നിനക്ക് നിശ്ചയിച്ച് തരികയും കൃത്യമായ പ്രിസ്ക്രിപ്ഷൻ നൽകുകയും നല്ല ഡയഗ്നോസിസ് നടക്കാൻ വേണ്ടി
ഷാർപ്പ് ഡയഗ്നോസിന് വേണ്ടി എല്ലാ രോഗികളെയും ഈശോ നാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവേ, നീ കഴിക്കുന്ന ഭക്ഷണം ഇന്ന് നീ ചിലപ്പോൾ പ്രാർത്ഥിക്കാതെ കഴിക്കാമായിരിക്കും, പെട്ടെന്ന് കഴിക്കുമായിരിക്കും, സാരമില്ല. എങ്കിലും നീ ഓർത്താലും ഓർത്തില്ലേലും നീ ഇന്ന് കഴിക്കാൻ പോകുന്ന മുഴുവൻ ഭക്ഷണപദാർത്ഥങ്ങളെ, നീ ഇന്ന് കുടിക്കാൻ പോകുന്ന മുഴുവൻ പാനീയങ്ങളെ, ശുദ്ധവെള്ളം ഉൾപ്പെടെ കർത്താവിൻ്റെ നാമത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനാമത്തിൽ ആശീർവദിക്കുന്നു. നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം കാണുന്നത് ദൈവം നമ്മളെ ചേർത്ത് പിടിക്കുന്ന വചനങ്ങളെയാണ്. ആ ചേർത്ത് പിടിക്കാൻ ദൈവത്തിന് നമ്മുടെ കൂടെ നിൽക്കണമെന്നൊരു നിർബന്ധമില്ല. നമുക്ക് ഒരു ആശംസ കിട്ടിയാൽ മതി. ആശംസ കൊണ്ട് അതിജീവിക്കുന്ന ഒരു വലിയൊരു ദൈവാനുഭവം എസെക്കിയേലിന്റെ പുസ്തകത്തിലുണ്ട്. എസെക്കിയേൽ 16-ാം അധ്യായം 6-7 വാക്യങ്ങൾ. ഞാൻ നിന്റെ അടുക്കലൂടെ കടന്നു പോയപ്പോൾ നീ ചോരയിൽ കിടന്ന് ഉരുളുന്നത് കണ്ട് നിന്നോട് പറഞ്ഞു ജീവിക്കുക, വയലിലെ ചെടി പോലെ വളരുക. അപ്പൊ ഒരു ആശംസ മാത്രമേ അവിടെ ഉള്ളൂ. പിന്നെ ഒരു കുറെ കാലം കഴിയുമ്പോൾ ദൈവം ഈ വ്യക്തിയുടെ മുമ്പിലൂടെ കടന്നു പോകും. അത് ഇസ്രായേലാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ വ്യക്തികളുടെ ആധ്യാത്മിക ജീവിതത്തിൽ സത്യമാണ്. നമ്മുടെ അടുത്തുകൂടെ കടന്നു പോകുമ്പോൾ ദൈവം നമുക്കൊരു ആശംസ തരും, ജീവിക്കുക, വയലിലെ ചെടി പോലെ വളരുക. അപ്പോഴെന്താ പറയണത്? എസെക്കിയേൽ 16:8. ഞാൻ വീണ്ടും നിന്റെ അടുക്കിലൂടെ കടന്നു പോയി നിന്നെ നോക്കി നിനക്ക് വിവാഹപ്രായമായെന്ന് ഞാൻ മനസ്സിലാക്കി. എന്റെ മേലങ്കി കൊണ്ട് നിന്റെ നഗ്നത ഞാൻ മറച്ചു. ഞാൻ നിന്നോട് സ്നേഹവാഗ്ദാനത്തോടെ ഒരു ഉടമ്പടി ചെയ്തു. അങ്ങനെ നീ എന്റേതായി തീർന്നു. എന്ത് വിഷയം എന്ന് പറയുന്നത്, ഉടമ്പടി എന്ന് പറയുന്നത് നിസ്സാര വിഷയമല്ല. നമ്മൾ അനാഥമായി ഓർഫണായി അഡ്രസ് ഇല്ലാതെ കിടക്കുമ്പോൾ നമ്മളൊരു ഉടമ്പടി ദൈവമായിട്ട് ചെയ്ത് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ എല്ലാ വാഗ്ദാനങ്ങളും, വാഗ്ദാനത്തെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഞാൻ നിന്നോട് സ്നേഹവാഗ്ദാനത്തോടെ ഒരു ഉടമ്പടി ചെയ്തു. അങ്ങനെ നീ എന്റേതായി തീർന്നു. അപ്പൊ നമ്മള് ഈ ഉടമ്പടി ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ദൈവത്തിൻ്റെതായി തീരുകയാണ്. അതോടുകൂടി നമ്മുടെ എല്ലാ ദുഃഖങ്ങളും ഭാരങ്ങളും പ്രശ്നങ്ങളും ദൈവത്തിൻ്റെതാകും. ദൈവത്തിന് അറിയാം അതെങ്ങനെ പരിഹരിക്കണമെന്ന്. അതിൻ്റെ ഉടമ്പടി നീ വിശ്വസ്ത പാലിച്ച് മുന്നോട്ട് പോകും. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ കുടുംബത്തോടെ വന്ന് സാക്ഷ്യം പറയുവാൻ അനുഗ്രഹം ലഭിച്ചതിനെ ഓർത്ത് ദൈവപിതാവിനും ഈശോ തമ്പുരാനും അമ്മ മാതാവിനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് അഞ്ജു, എൻ്റെ ഹസ്ബൻഡ് അബി, എൻ്റെ മക്കൾ എവലിൻ ആൻഡ് എലൈന. ഞങ്ങൾ കുവൈറ്റിൽ നിന്നാണ് വരുന്നത്. ഞാൻ കുവൈറ്റിൽ മിനിസ്ട്രിയിൽ നേഴ്സായിട്ടും ഹസ്ബൻഡ് ലാബ് ടെക്നീഷ്യനായിട്ടും മിനിസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നു. ഞങ്ങൾ ആദ്യമായിട്ട് കൃപാസനത്തെപ്പറ്റി അറിയുന്നത് ഹസ്ബൻഡിൻ്റെ മമ്മി വഴിയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഉടമ്പടി ധ്യാനങ്ങളും സാക്ഷ്യങ്ങളും ധാരാളമായി കൂടുമായിരുന്നു. ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2023 ഒക്ടോബർ 25 ആയിരുന്നു. അന്ന് ഞങ്ങൾ ഉടമ്പടി എടുക്കാൻ കാരണം, അന്ന് ഹസ്ബൻഡ് കുവൈറ്റിലെ കമ്പനിയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് ലാബ് ടെക്നീഷ്യനായിട്ട്. അണ്ടർ മോയിച്ച് എന്ന് പറയും, കുവൈറ്റിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അറിയാം. അങ്ങനെ അണ്ടർ മോയിച്ചിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 10 വർഷമായി അവിടെ ജോലി ചെയ്യുന്നത്. ആ സമയത്ത് കമ്പനി പറഞ്ഞു, ഇനി നിങ്ങളുടെ കോൺട്രാക്റ്റ് പുതുക്കുന്നില്ല, നിങ്ങൾക്ക് വേറെ ജോലി നോക്കാമെന്ന് പറഞ്ഞു. ആ സമയത്താണ് ഞങ്ങൾ ഇവിടെ വെക്കേഷന് വരുന്നത്, 2023 ഒക്ടോബറിൽ. അപ്പോൾ ആ കോൺട്രാക്റ്റ് 2024 ജനുവരി വരെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞങ്ങൾ പ്രത്യേകമായി നിയോഗം ഹസ്ബൻഡിൻ്റെ ജോലിക്കാര്യം വെച്ച് തിരിച്ച് കുവൈറ്റിലേക്ക് ലീവ് കഴിഞ്ഞ് തിരിച്ചു പോയി. ആ സമയത്ത് കമ്പനി 1 വർഷം കൂടെ കോൺട്രാക്റ്റ് പുതുക്കി കൊടുത്തു. 2025 ജനുവരി 31 വരെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുവൈറ്റിൽ ഉടമ്പടി ജീവിതം മുന്നോട്ട് പോയി, നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 2024 സെപ്റ്റംബറൊക്കെ ആയപ്പോഴത്തേനും കമ്പനി വീണ്ടും പറഞ്ഞു, ഇനി നിങ്ങളുടെ കോൺട്രാക്റ്റ് പുതുക്കുന്നില്ല, നിങ്ങൾക്ക് തിരിച്ച് നാട്ടിലേക്ക് പോകാം, അല്ലെങ്കിൽ വേറെ ജോലി നോക്കാമെന്ന്. അപ്പം നാട്ടിലേക്ക് പോകുന്നത് ഞങ്ങൾക്ക് പോസിബിൾ അല്ലായിരുന്നു. ഞങ്ങൾ ഫാമിലിയായിട്ട് അവിടെ കുവൈറ്റിലായിരുന്നു നിന്നുകൊണ്ടിരുന്നത്. അപ്പം ഹസ്ബൻഡ് ഒറ്റയ്ക്ക് നാട്ടിലേക്ക് പോകുന്നത് പോസിബിൾ അല്ലായിരുന്നു. എന്നാലും ഞങ്ങൾ മാതാവിൽ ഉറച്ചു വിശ്വസിച്ച്
ഞങ്ങൾ 2024 ഒക്ടോബറിൽ വീണ്ടും വെക്കേഷന് വന്നു ഇവിടെ. ആ സമയത്ത് വെക്കേഷന് വന്ന് ഒരു 10 ദിവസം കഴിഞ്ഞപ്പം അവിടുന്ന് കുവൈറ്റിൽ നിന്ന് ഹസ്ബൻഡിൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഫ്രണ്ട്സൊക്കെ വിളിച്ച് പറഞ്ഞു, കുവൈറ്റ് മിനിസ്ട്രിയിൽ ഡയറക്റ്റായി ലാബ് ടെക്നീഷ്യന്മാരെ ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്നുണ്ടെന്ന്. പക്ഷെ ഞങ്ങൾ നാട്ടിലായിരുന്നു, വേറെ ആർക്കും അത് കൊടുക്കാൻ സാധിക്കത്തില്ലായിരുന്നു, ഞങ്ങൾ ഡയറക്റ്റ് പോയി കൊടുക്കണമായിരുന്നു. പക്ഷെ ഞങ്ങൾ ഓൾറെഡി റിട്ടേൺ ടിക്കറ്റൊക്കെ എടുത്തത് കാരണം അത് മാറ്റി ഞങ്ങൾക്ക് പോകാൻ സാധിക്കത്തില്ലായിരുന്നു. ഏതായാലും ഞങ്ങൾ ഇവിടെ വന്നു, കൃപാസനത്തിൽ വന്നു. 2024 ഒക്ടോബർ 19 വന്ന് ഞാൻ ഉടമ്പടി പുതുക്കുകയും ഹസ്ബൻഡ് ഉടമ്പടി എടുക്കുകയും ചെയ്തു. അതിൽ പ്രത്യേകമായി ഹസ്ബൻഡിൻ്റെ ജോലിക്കാര്യം തന്നെ ഞങ്ങൾ നിയോഗമായി വെച്ചു. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് ചെന്നു. ഏകദേശം 1 മാസത്തോളം ഞങ്ങൾക്ക് വെക്കേഷൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ നിന്ന് വീണ്ടും ഫ്രണ്ട്സ് പറഞ്ഞു, അവർ ഡയറക്റ്റ് മിനിസ്ട്രിയിൽ സബ്മിറ്റ് ചെയ്ത ബയോഡാറ്റ എല്ലാം റിജക്റ്റായി. ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനി ത്രൂ മാത്രമേ നമുക്ക് ബയോഡാറ്റ സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന്. അങ്ങനെ ലീവ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് കുവൈറ്റിൽ ചെന്നു. കമ്പനി ത്രൂ ബയോഡാറ്റ സബ്മിറ്റ് ചെയ്തു. അങ്ങനെ 2025 ജനുവരി 31 ഹസ്ബൻഡിൻ്റെ കമ്പനിയിലുള്ള ജോലി തീർന്നു. വീട്ടിലിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉടമ്പടിയിൽ നന്നായി വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് മാതാവിനോട് മാധ്യസ്ഥ അപേക്ഷിച്ച് ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഏകദേശം ഒരു ഫെബ്രുവരി 15 ആയപ്പോഴത്തേനും ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നു. അതായത് മിനിസ്ട്രിയിൽ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്തു, ഇനി ബാക്കി ഫോർമാലിറ്റി നിങ്ങൾക്ക് തുടരാമെന്നുള്ള രീതിയിൽ. ആ വന്നതിൽ ഫസ്റ്റ് ലിസ്റ്റിൽ തന്നെ ഹസ്ബൻഡിൻ്റെ പേരും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു അനുഗ്രഹം നൽകി മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. അങ്ങനെ ബാക്കി ഫോർമാലിറ്റീസ് ആദ്യമായിട്ട് അവിടെ ചെയ്യേണ്ടത് മെഡിക്കലാണ്. മെഡിക്കൽ ഫസ്റ്റ് ലിസ്റ്റിൽ തന്നെ വരികയും മെഡിക്കൽ കഴിയുകയും ചെയ്തു. പക്ഷേ അതിൻ്റെ റിസൾട്ട് വരാനായിട്ട് താമസം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉടമ്പടി ധ്യാനത്തിൽ പ്രത്യേകം നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ വൈകിയാണെങ്കിലും റിസൾട്ട് വന്നു. അങ്ങനെ സെക്കൻഡ് ബാച്ചിലേക്ക് ഹസ്ബൻഡിൻ്റെ പേര് വന്നുപോയി. അത് കഴിഞ്ഞ് മെഡിക്കൽ കഴിഞ്ഞ് പിന്നെ മെഡിക്കൽ ലൈസൻസ് അതെല്ലാം പുറകിലായിപ്പോയി. അപ്പോഴത്തേക്കും ഒരു ബാച്ച് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കയറിപ്പോയിരുന്നു. അപ്പോൾ ഇവർ ചെന്ന സമയത്ത് മിനിസ്ട്രിയിൽ നിന്ന് പറഞ്ഞു, ഇനി ആരും മിനിസ്ട്രിയിലേക്ക് വരണ്ട, ഇപ്പോൾ നിങ്ങളുടെ കമ്പനി ത്രൂ കമ്പനി മാനേജറാണ് ഇതെല്ലാം ചെയ്യേണ്ടതെന്ന്. ആദ്യം ഞങ്ങൾക്കത് കേട്ടപ്പോൾ ഭയങ്കര ഒരു വിഷമമായി. ഇനി എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല, എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന്. പക്ഷേ പിന്നീടാണ് ഞങ്ങൾക്കത് മാതാവ് തന്ന ഒരു അനുഗ്രഹമാണെന്ന് ഞങ്ങൾ അറിയുന്നത്. കാരണം ഞങ്ങൾക്ക് പിന്നെ മിനിസ്ട്രിയിലേക്ക് പോകേണ്ട വന്നില്ല, ഞങ്ങൾക്ക് വീട്ടിലിരുന്നാൽ മതിയായിരുന്നു. ഹസ്ബൻഡിന് കമ്പനി മാനേജർ തന്നെ എല്ലാ ഫോർമാലിറ്റീസും ഫിനിഷ് ചെയ്തു. അങ്ങനെ വിത്തിൻ 3 മന്തിനുള്ളിൽ ഏപ്രിൽ 23 മിനിസ്ട്രി സ്റ്റാഫായിട്ട് ജോയിൻ ചെയ്യാൻ സാധിച്ചു. അപ്പോൾ അത് ആദ്യം കമ്പനിയിൽ ചെയ്തുകൊണ്ടിരുന്ന അതേ സെയിം സ്ഥലത്ത് തന്നെ ഇവർക്ക് മിനിസ്ട്രി സ്റ്റാഫായിട്ട് ജോലി ലഭിച്ചു. അത് ഹസ്ബൻഡ് ലാസ്റ്റ് ഇറങ്ങുന്നതിന് മുമ്പ് അവിടെ മാതാവിൻ്റെ ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു, മാതാവ് ഈ സ്ഥലത്ത് തന്നെ എനിക്കൊരു മിനിസ്ട്രി സ്റ്റാഫായിട്ട് ജോലി ലഭിക്കണേന്ന്. കാരണം അതൊരു ബ്ലഡ് ബാങ്ക് ആയിരുന്നു, അവിടെ കൂടുതൽ ടെസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഒരു 10 വർഷമായിട്ട് അവിടെ തന്നെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് മറ്റുള്ള റൂട്ടീനായിട്ടുള്ള ടെസ്റ്റുകളെ പറ്റിയുള്ള എല്ലാ ടച്ചും വിട്ടിരുന്നു. അപ്പം ഏതെങ്കിലും ഒരു വേറെ ഹോസ്പിറ്റലിലാണ് കിട്ടിയിരുന്നെങ്കിൽ അത് ഒന്നേന്നോട്ട് എല്ലാം പഠിച്ചെടുക്കണമായിരുന്നു. അപ്പം അതിന് മാതാവ് ഞങ്ങൾക്ക് ഇടവരുത്തിയില്ല. ആ സെയിം സ്ഥലത്ത് തന്നെ ഞങ്ങൾ മാതാവിനോട് മാധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈശോ വഴിയായി ആ സെയിം സ്ഥലത്ത് തന്നെ ഹസ്ബൻഡിന് ജോലി ലഭിച്ചു. അത് ഈശോ വഴിയായി മാതാവ് ഞങ്ങൾക്ക് നേടിത്തന്ന വലിയൊരു അനുഗ്രഹമായി ഞങ്ങൾ കാണുന്നു. ഞങ്ങൾ ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു. അടുത്തതായിട്ട് ഞങ്ങളുടെ 2ാമത്തെ സാക്ഷ്യം, അവിടെ കുവൈറ്റിൽ വർക്ക് ചെയ്യുന്നവർക്കറിയാം, അവിടെ നമ്മുടെ സർട്ടിഫിക്കറ്റ് എല്ലാം ഇക്വാലൻസി ചെയ്യണമായിരുന്നു. അപ്പം കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആ സമയത്ത് തന്നെ ഹയർ എന്നാണ് ആ പ്രൊസീജിയറിന് പറയുന്നത്. ആ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അത് ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ് എത്തിയപ്പോഴത്തേനും അത് റിജക്റ്റ് ആയിപ്പോയി. കാരണം റിജക്റ്റ് ആയെന്ന് വെച്ചാൽ ഹസ്ബൻഡ് അത് ഡിസ്റ്റൻസായിട്ട് പഠിച്ച കോളേജിൽ നിന്ന് മിനിസ്ട്രിക്ക് റിപ്ലൈ കിട്ടിയിരുന്നത്. കാരണം ഹസ്ബൻഡ് പഠിച്ചത് പാലായിലാണ്, പക്ഷേ ഇവരുടെ യൂണിവേഴ്സിറ്റി പഞ്ചാബിലാണ്. അപ്പം മിനിസ്ട്രി എൻക്വയറി നടത്തിയപ്പം യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാണ് അവർക്ക് റിപ്ലൈ കൊടുത്തത്. അത് കാരണം ആ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. അന്ന് ഞങ്ങളത് ഉപേക്ഷിച്ചിരുന്നു. പക്ഷേ മിനിസ്ട്രിയിൽ വർക്ക് ചെയ്യുമ്പം ഈ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യണം, എന്നാലേ പിന്നീടുള്ള ജോലിയുടെ കണ്ടിന്യൂറ്റിക്ക് അല്ലെങ്കിൽ അത് ബാധിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങളത് പ്രത്യേക നിയോഗം വെച്ച് ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഈ ഹയർ എന്നുള്ള പ്രൊസീജിയർ മാറി അവിടെ കോഡ്രിപേ എന്ന് പറഞ്ഞ വേറൊരു പ്രൊസീജിയർ അതിന് പകരമായിട്ട് വന്നു. അതുവഴി ഞങ്ങളത് അപ്ലൈ ചെയ്തു. വിത്തിൻ 15 ഡേയ്സിനുള്ളിൽ ആ കോഡ്രിപേ എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ കംപ്ലീറ്റ് ആവുകയും അത് യൂണിവേഴ്സിറ്റി ഡയറക്റ്റ് സ്റ്റുഡൻ്റ് എന്നുള്ള രീതിയിൽ റിപ്ലൈ കൊടുക്കുകയും ആ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തു. ഇത് അമ്മ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന അനുഗ്രഹമായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈശോയ്ക്കും അമ്മ മാതാവിനും
1000 നന്ദി. അത് കൂടാതെ തന്നെ ഹസ്ബൻഡിന് ജോലിയില്ലാത്ത സമയത്ത് എൻ്റെ ഒരാളുടെ സാലറിയിലായിരുന്നു ഞങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നത്. എനിക്കവിടെ ലോണും ഉണ്ടായിരുന്നു. അപ്പം വേറൊരു എക്സ്ട്രാ ചിലവ് വന്നിരുന്നെങ്കിൽ ഞങ്ങൾക്കത് താങ്ങാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് കടം മേടിക്കാനോ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കാതെ മാതാവ് ഞങ്ങളെ കാത്തുവരും. പിള്ളേർക്കൊരു അസുഖം വരാനോ അങ്ങനെ ഒന്നും ഇടവരുത്തിയില്ല. വേറൊരു എക്സ്ട്രാ ചിലവ് ഞങ്ങൾക്ക് വരാതെ എൻ്റെ സാലറിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകാനായിട്ട് അമ്മ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. പിന്നെ ആദ്യം ഞങ്ങളിവിടെ ഉടമ്പടി എടുത്തപ്പോൾ ഞങ്ങൾ നിയോഗം വെച്ചിരുന്നു. ഞങ്ങളുടെ പിള്ളേർക്ക് 2 പേർക്കും എപ്പോഴും അസുഖങ്ങളായിരുന്നു. എല്ലാ മാസവും തന്നെ അവിടെ വെച്ച് പനി വരുമായിരുന്നു. പിന്നീട് അത് ന്യൂമോണിയ ആയിട്ട് മാറും. അങ്ങനെ അടുപ്പിച്ച് 2 പ്രാവശ്യം സിവിയർ ന്യൂമോണിയ വരികയും IV ആൻറ്റിബയോട്ടിക് അത് 2 ആഴ്ചയൊക്കെ IV ആൻറ്റിബയോട്ടിക് എടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ ഉടമ്പടിയിൽ തന്നെ അത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് പിന്നീട് അങ്ങനെ സിവിയറായിട്ടുള്ള പനി വരാനൊന്നും ഇടയായിട്ടില്ല. ചെറിയ ചെറിയ പനികളൊക്കെ വരാറുണ്ട്. അതൊരു പാരസെറ്റമോൾ കൊടുക്കുന്നതിലൂടെ മാറിപ്പോവുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അമ്മ മാതാവ് അനുഗ്രഹിച്ചു. പിന്നെ ഇത് കൂടാതെ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടനവധി അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഈശോയോട് മാധ്യസ്ഥ അപേക്ഷിച്ച് ഞങ്ങൾക്ക് നേടിത്തന്നിട്ടുണ്ട്. അതിനെല്ലാം ഈശോയ്ക്കും അമ്മ മാതാവിനും ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ കുവൈറ്റിൽ അഖണ്ഡ ജപമാലയുണ്ട്. അപ്പം ഞങ്ങളിവിടെ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ തന്നെ അഖണ്ഡ ജപമാല കൂടുമായിരുന്നു. ഒരു ദിവസം ഓൺലൈനായിട്ട്, അന്ന് ഹസ്ബൻഡിന് ജോലിയില്ലായിരുന്നു. ആ സമയത്ത് അഖണ്ഡ ജപമാല കൂടിക്കൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ തിരിയിൽ, ഓൺലൈനായിട്ട് ഞങ്ങൾ കൂടിക്കൊണ്ടിരുന്നത്, ഞങ്ങളുടെ തിരിയിൽ മാതാവിൻ്റെ രൂപം പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ അടയാളങ്ങൾ വഴി അമ്മ മാതാവ് ഞങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ആത്മീയമായിട്ട് കൂടുതൽ ഞങ്ങൾക്ക് വളരാനായിട്ട് സാധിച്ചു. മുടങ്ങാതെ തന്നെ എല്ലാ ദിവസവും കൊന്ത ചെല്ലാനും, ഒരു കൊന്തയല്ല കൂടുതൽ കൊന്തകൾ ചെല്ലാനും, ബൈബിള് വായിക്കുവാനും, കൂടുതലായിട്ട് പ്രാർത്ഥിക്കുവാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും അവിടെ ഞങ്ങൾ കുവൈറ്റിലായതുകൊണ്ട് 2 മാസം കൂടുമ്പോഴൊക്കെ ഞങ്ങൾ കുമ്പസാരിച്ചുകൊണ്ടിരുന്നത്. അതിന് കൂടുതലായിട്ട് കുമ്പസാരിക്കാനും ദിവ്യബലികളിൽ പങ്കുകൊള്ളാനും ഞങ്ങൾക്ക് സാധിച്ചു. അതെല്ലാം ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞങ്ങൾക്ക് സാധിച്ചിട്ടുള്ളത്. പിന്നെ ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം ഞങ്ങൾ ഉടമ്പടി ഉപ്പും മാതാവിൻ്റെ തൈലവും എന്നും തന്നെ ഉപയോഗിക്കും. ഇവർ സ്കൂളിൽ പോകുന്നതിൻ്റെ മുന്നേ വിശ്വാസ പ്രമാണവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും സങ്കീർത്തനം 91 ചൊല്ലി മാതാവിൻ്റെ തൈലം പ്രാർത്ഥിച്ച് ഉപ്പും കൊടുത്തിട്ടാണ് ഇവരെല്ലാ ദിവസവും സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. ഞങ്ങളും ഡ്യൂട്ടിക്ക് പോകുന്നതിൻ്റെ മുമ്പ് ഇങ്ങനെ ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഉറങ്ങുന്നതിന് മുമ്പും അമ്മയുടെ സംരക്ഷണം, അമ്മയുടെ തൈലം പൂശി പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ കിടക്കുന്നത്. കാരുണ്യപ്രവൃത്തികളായിട്ട് ഞങ്ങൾ അവിടെ ആയതുകൊണ്ട് ഞങ്ങൾ കൂടുതലായിട്ടും സാമ്പത്തികമായിട്ട് ഞങ്ങളുടെ അവിടെ ഒരു അനാഥാലയമുണ്ട് ഞങ്ങളുടെ വയനാട്ടിൽ. അവിടേക്ക് ഒരു ദിവസത്തേക്കുള്ള ഭക്ഷണത്തിനുള്ള പൈസയായിട്ടും പിന്നെ രോഗികളായവർക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ട് അങ്ങനെ കാണുന്നത് ജനുവിനാന്ന് തോന്നുമ്പോൾ ഞങ്ങൾ അവർക്ക് പൈസയായിട്ട് സഹായിക്കുകയാണ് ചെയ്യുന്നത്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ ഇവിടുത്തെ ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും സ്റ്റാറ്റസ് ഇടുകയും ഷെയർ ചെയ്യുകയും, അതുപോലെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം, ചൊവ്വാഴ്ചകളിലെ ഉടമ്പടി ധ്യാനം സ്റ്റാറ്റസ് ഇടുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ഞങ്ങൾക്ക് അമ്മ മാതാവ് ഈശോയിൽ നിന്ന് നേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ലതകുമാരി. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2ാമത്തെ പ്രാവശ്യമാണ് ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയുന്നത്. അതിന് അമ്മയ്ക്കും തിരുകുമാരനും 1 കോടി നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ തുടങ്ങുന്നത്. ആദ്യമായി ഞാൻ എൻ്റെ മകളുടെ വിവാഹ കാര്യമാണ് പറയുന്നത്. അവൾക്ക് പഠിച്ചുകൊണ്ട് BCom ലാസ്റ്റ് എക്സാം 6 സെമ്മിൻ്റെ എക്സാം തുടങ്ങിയപ്പോഴാണ് ഒരു വിവാഹം വന്നത്. അപ്പോൾ അവൾ പറഞ്ഞു ഇനി ഇപ്പോൾ എന്തായാലും വിവാഹം വേണ്ട എന്ന് പറഞ്ഞിട്ട്, പിന്നെ അവർ വന്ന് പെണ്ണ് കണ്ടിട്ട് പോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എൻ്റെ മകൾക്ക് ഇത് സന്തോഷമുള്ള ഒരു ജീവിതമാണെങ്കിൽ മാത്രമേ അമ്മ ഇത് നടത്തി തരാവൂ, അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് പോവാവൂ എന്ന്. അവർ വന്ന് ഒരു മെയ് 1-ാം തീയതി വന്ന് പെണ്ണ് കണ്ടു. മെയ് 12-ാം തീയതി തന്നെ എൻഗേജ്മെൻറ്റും നടന്നു. 6 മാസം കല്യാണത്തിന് സമയമുണ്ടായിരുന്നു. ഞങ്ങളുടെ കയ്യിൽ അധികം കാശൊന്നും വച്ചിട്ടില്ലായിരുന്നു കല്യാണത്തിന്. അത് ഞങ്ങൾക്കൊരു 5 സെൻറ്റ് വസ്തു ഉണ്ടായിരുന്നു. അത് വിൽക്കാൻ വേണ്ടി, അതും പ്രമാണം ബാങ്കിലാണ് ഇരുന്നത്. അത് വിൽക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ 8 വർഷമായിട്ടും നടക്കാതിരുന്നത് ഞാൻ ഇവിടുത്തെ ഉടമ്പടി എടുത്ത ഉപ്പ് കൊണ്ടുവന്ന് വിശ്വാസപ്രമാണം പറഞ്ഞ് അവിടെ വസ്തുവിൽ കൊണ്ട് ഇടുകയും 3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന് ആ വസ്തു നോക്കുകയും അവർക്ക് ഇഷ്ടപ്പെട്ട് അവർ വില ഉറപ്പിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് പ്രമാണമെല്ലാം ബാങ്കിൽ നിന്നെടുത്ത് ആകെ 4 ലക്ഷം രൂപയും കൊണ്ടാണ് ഞങ്ങൾ വിവാഹത്തിനിറങ്ങിയത്. അവൾക്ക് അവിടെ സ്ത്രീധനമൊന്നും ചോദിച്ചില്ലായിരുന്നു അവർ. എന്നാലും ഞങ്ങൾക്കൊരു ഇതുണ്ടായിരുന്നു മകൾക്ക് കൊടുക്കണം എന്ന് വിചാരിച്ചു. പക്ഷേ നല്ല രീതിയിൽ അമ്മ എനിക്ക് കല്യാണത്തിന്
നല്ല രീതിയിൽ നടത്തുവാനും ഞങ്ങൾ വിചാരിച്ചതിൽ നിന്ന് അവൾക്ക് എല്ലാം കൊടുക്കുവാനും നല്ല രീതിയിലൊരു കല്യാണം നടത്തുവാനും എല്ലാവരും എന്നോട് വന്ന് പറയുകയും ചെയ്തു. നല്ല രീതിയിൽ നീ വിചാരിച്ചതിൽ നിന്ന് നല്ലതായിട്ട് നടന്നു. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ വിവാഹം സംബന്ധിച്ച് എനിക്ക് 1 രൂപ പോലും പലിശ കൊടുക്കാൻ എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് അമ്മ എന്നെ കൂടെ നിന്ന് ഒരു അമ്മ മകളുടെ വിവാഹത്തിന് എങ്ങനെയാണോ വന്ന് നിൽക്കുന്നത് അതുപോലെ തന്നെ വന്ന് നിന്ന് എൻ്റെ മകളുടെ കല്യാണം അമ്മ നടത്തി തരണമെന്ന്. കല്യാണം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് ഈ സെക്കൻഡ് വരെ 1 വർഷം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് 1 രൂപ പോലും പലിശ കൊടുത്തിട്ടില്ല. ഞങ്ങളിൽ എല്ലാം നല്ല സന്തോഷമായിട്ട് ഒരു കടമോ ഒന്നുമില്ലാതെ തന്നെയാണ് മോളുടെ കല്യാണം നടന്നത്. രണ്ടാമതായി ഞാൻ എൻ്റെ വീട്ടിനകത്ത് നിൽക്കുമ്പോൾ ഒരു പാമ്പ് 8 അടി വീരൻ്റെ പുറത്ത് ചവിട്ടി നിൽക്കുക. അറിഞ്ഞില്ലായിരുന്നു പാമ്പിൻ്റെ പുറത്താണ് നിൽക്കണേന്ന്. എന്താണ് ഇത് കിടക്കുന്നതെന്ന് നമ്മൾ തറയിൽ നോക്കിയപ്പോഴാണ് അറിയുന്നത് പിന്നെ അത് പാമ്പായിരുന്നു എന്ന്. പെട്ടെന്ന് തന്നെ എടുത്ത് മാറി പെട്ടെന്ന് ആ കാലുകൊണ്ട് തന്നെയാണ് ഞാൻ ചവിട്ടി എറിഞ്ഞത്. പക്ഷെ എന്നെ കടിച്ചില്ല പാമ്പ്. അപ്പോഴും ഞാൻ വിചാരിച്ചു അമ്മ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടെന്ന്. അതിൻ്റെ 3-ൻ്റെ അന്ന് പിന്നെയും എൻ്റെ ഹസ്ബൻഡും ഇതുപോലെ തന്നെയാണ് ഒരു ചെറിയൊരു ഇടവഴിയിൽ നിന്ന് പോകുമ്പോഴത്തേക്കും പാമ്പിൽ ചവിട്ടി. പക്ഷേ അദ്ദേഹത്തിനെയും കടിച്ചില്ല. അപ്പോഴും ഞാൻ വിചാരിച്ചു എന്തായാലും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കൂടെ തന്നെ അമ്മ ഉണ്ട് കാവലായി എന്ന്. രണ്ടാമത് എനിക്കൊരു എക്സാം ഉണ്ടായിരുന്നു. അപ്പം ഇവിടുത്തെ ഉടമ്പടി എടുത്ത കാശ് രൂപം കൊണ്ടാണ് ഞാൻ ആ എക്സാമിന് പോയത്. എക്സാമിന് പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്നപ്പോഴും നോക്കിയപ്പോൾ എൻ്റെ ഉടമ്പടി കാശ് രൂപം കണ്ടില്ല. ഞാൻ തിരിച്ച് ഉടഞ്ഞതിന് കുറച്ച് ദൂരമാണ് എക്സാം പോയി. എന്നാലും ഞാൻ തിരിച്ച് ഉടഞ്ഞ തന്നെ അവിടെ എല്ലാം പോയി നോക്കിയിട്ടും ആ ഉടമ്പടി കാശ് രൂപം കിട്ടിയില്ല. പിന്നെ ഞാൻ 3 ദിവസം എനിക്ക് 3-ൻ്റെ അന്ന് പിന്നെയും ഒരു എക്സാം അവിടെ ഉണ്ടായിരുന്നു. 3-ൻ്റെ അന്ന് പോയപ്പോഴും ഞാൻ കരഞ്ഞ്. ഈ 3 ദിവസവും ഞാൻ ഉണ്ണാതെയോ ഉറങ്ങാതെയും കരഞ്ഞ് വിഷമിച്ച് നടന്നു. അമ്മയോട് പറഞ്ഞു, അമ്മയെ കാശ് രൂപ നഷ്ടപ്പെട്ടാൽ എൻ്റെ ഉടമ്പടി നഷ്ടപ്പെട്ടതുപോലെയാണല്ലോ അമ്മേ. അതുകൊണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും ആ കാശ് രൂപ ഒന്ന് തിരിച്ച് തന്നു തന്നെ ആവണം അമ്മയെന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ആ മൂന്നാമത്തെ ദിവസം അവിടെ എക്സാമിന് പോകുമ്പോൾ ഭയങ്കര മഴയാണ്. അവിടെ ഭയങ്കര മഴയുള്ള ഒരു ദിവസം ചെളിയെല്ലാം കിടന്ന് അവരവിടെ തൂത്ത് വൃത്തിയാക്കി എല്ലാം തീയെല്ലാം ഇട്ടിരിക്കുന്നു. ഞാൻ എൻ്റെ 2 വീലർ അവിടെ കൊണ്ട് വച്ചിട്ട് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് നോക്കിയതും ആദ്യം കണ്ടത് ഞാൻ എൻ്റെ ഉടമ്പടി കാശ് രൂപ എൻ്റെ മുഖത്ത് ഒരു വെട്ടം പ്രകാശിക്കുന്നത് പോലെയാണ്. ഞാനാണെങ്കിൽ കാരണം ഞാൻ അവിടെ രണ്ടാമത് തിരിച്ചു വന്ന് നോക്കിയ സ്ഥലമാണ്. പിറ്റേന്ന് ഞാൻ പോയി നോക്കി കണ്ടില്ല. 3-ൻ്റെ അന്ന് പോയപ്പോഴത്തേക്കും ആ കാശ് രൂപ എൻ്റെ കയ്യിൽ തിരിച്ച് കിട്ടുകയും ഞാൻ അമ്മയ്ക്ക് കാരണം ആ പരീക്ഷാ ഹാളിൽ ഞാൻ 3-ാമത്തെ എക്സാമിന് കയറിയപ്പോൾ ആ കാശ് രൂപം കൊണ്ട് തന്നെയാണ് കയറിയത് ഞാൻ എക്സാമിന്. അത് 2-ാമത്തെ എൻ്റെ സാക്ഷ്യം. 3-ാമത്തത് ഞാൻ എപ്പോഴും അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ പറയുമായിരുന്നു, അമ്മ എല്ലാവർക്കും കാശ് രൂപവും അമ്മയുടെ എന്തെങ്കിലും വസ്തുക്കൾ കളഞ്ഞു കിട്ടുമെന്ന്. പക്ഷേ ഞങ്ങൾക്ക് മാത്രം ഒന്നും കളഞ്ഞു കിട്ടിയില്ലല്ലോ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. എൻ്റെ കൊച്ചുമോൾക്ക് ഭയങ്കര വിശ്വാസമാണ്. അവൾക്കെങ്കിലും ഒരു കുഞ്ഞ് കാശ് രൂപം കളഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചു. ഈ ഓണത്തിന് മോൾ എക്സാമിന് പോയിട്ട് വന്നപ്പോൾ വേനിലാണ് പോണത്. ഞങ്ങൾ തിരുവനന്തപുരം കാരക്കമണ്ഡപത്താണ് താമസിക്കുന്നത്. ആ വേനിൽ നിന്ന് എൻ്റെ മോൾക്ക് കിട്ടിയ ഒരു കാശ് രൂപമാണ് ഇത്. കാരണം ഒരു ഉടമ്പടി കാശ് രൂപമാണ്. പക്ഷേ ഞാൻ അപ്പോൾ മോളെടുത്ത് പറഞ്ഞു, മോളെ ഇത് ഏതോ കുഞ്ഞുങ്ങൾക്ക് അവരുടെ അമ്മ അവരുടെ കയ്യിലിട്ട് കൊടുത്തതാണ് എക്സാമിന്. അത് മോൾ എന്തായാലും വേനിൽ പോയി തിരിച്ച് കേൾക്കണം എല്ലാവരോടും. അവളെല്ലാവരോടും ചോദിച്ചു ഇത് ആരുടെയെങ്കിലും കാശ് രൂപം എന്തെങ്കിലും കളഞ്ഞിട്ടുണ്ടോ, കൃപാസനത്തിലെയാണ് എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് ഇതുവരെയും ആരും വന്നിട്ടില്ല. പക്ഷേ എന്തായാലും ആ ഒരു കാശ് രൂപം നഷ്ടപ്പെട്ടതിൻ്റെ വേദന എന്താണെന്നുള്ളത് എനിക്കറിയാം. ഇത് വഴിയെങ്കിലും ആരെങ്കിലും ഈ കാശ് രൂപത്തിന് അവിടെ ഉണ്ടെങ്കിൽ അജിത് ട്രാവൽസ് എന്ന് പറഞ്ഞൊരു ട്രാവൽസിൽ നിന്നാണ് ഞങ്ങൾക്കിത് കിട്ടിയത്. അവരാരെങ്കിലും വന്നാൽ ഞാൻ തിരിച്ച് കൊടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കും. എൻ്റെ കാശ് രൂപം അല്ല, ഇത് വേറെ ആളുടേതാണ്. അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇത് കാണുകയാണെങ്കിൽ ഇത് തിരിച്ച് ഞാൻ കൊടുക്കും അവർക്ക്. രക്ഷിത പ്രവർത്തനം ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുവന്ന പത്രങ്ങളെല്ലാം എല്ലാവർക്കും ഞാനും എൻ്റെ ഇളയ ആളും കൂടെ 2 വീലറിൽ കൊണ്ട് ബസ് സ്റ്റോപ്പിൽ പള്ളിയുടെ നടയിൽ അല്ലാതെ എവിടെയെങ്കിലും റോഡിൽ എല്ലാവരും നിൽക്കുന്ന എടുത്ത് കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങളുടെ ഇപ്പം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു വിശേഷവും ഞങ്ങൾ വീട്ടിൽ ആഘോഷിക്കാറില്ല. കാരണം ഒരു ബർത്ത്ഡേ വന്നാലോ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി വന്നാലോ എന്ത് വിശേഷം വന്നാലും ഞങ്ങൾ അനാഥാലയത്തിൽ കൊണ്ടുവന്ന് ഫുഡ് കൊടുത്ത് അവരുടെ കൂടെ ഇരുന്ന് കഴിച്ചിട്ട് വരികയാണ് ചെയ്യുന്നത്. പിന്നെ രാവിലെ ചേട്ടൻ പോകുമ്പോഴേ എനിക്ക് പറ്റുന്ന ദിവസങ്ങളിൽ ഞാൻ ഒരു പൊതി ചോറോ എന്തെങ്കിലും കൊടുക്കും. അല്ലെങ്കിൽ പുള്ളി പുറത്തുനിന്നെങ്കിലും വാങ്ങി ആർക്കെങ്കിലും ഒരു പൊതി ചോറോ എന്തെങ്കിലും ഫുഡോ അല്ലെങ്കിൽ ഞങ്ങൾ ഇത് കൊടുക്കാറുണ്ട്. പിന്നെ സുഖമില്ലാതെ കിടക്കുന്നവർക്ക് വേണ്ടി 1 രൂപയെങ്കിലും എന്നെ കൊണ്ടാകുന്നത് ഞാൻ സഹായം ചെയ്യാറുണ്ട്. ഇവിടെ നിന്ന് തന്നെ കൃപാസനത്തിൽ ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ട ഉടമ്പടി എടുത്ത കുറേ ആൾക്കാരുമായിട്ട് ഞങ്ങളൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പ് വഴി സഹായങ്ങൾ കേൾക്കുന്ന എല്ലാവർക്കും ഞങ്ങളെ കൊണ്ടാകുന്ന എല്ലാവരും ഞങ്ങൾ ഒരു തുക ചെയ്ത് വിചാരിച്ച് എല്ലാവരും കൂടെ കൊണ്ടുവന്ന് അവർ തന്നെയാണ് കൊണ്ടു കൊടുക്കാനും ഡ്രസ്സോ ആഹാരമോ എന്താണെന്ന് വെച്ചാൽ അവരത് ചെയ്യാറുണ്ട്. പിന്നെ എന്നും പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്. ജപമാല എന്തെന്ന് പോലും അറിയാത്ത ഞാനിപ്പം ജപമാല എടുക്കുന്നുണ്ട്. ബൈബിൾ വായിക്കുന്നുണ്ട്. 2 നേരം പ്രാർത്ഥനയുണ്ട്. അച്ഛൻ്റെ ധ്യാനം കൂടാറുണ്ട് ചൊവ്വാഴ്ച. എല്ലാം എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ ഞാൻ എല്ലാം ചെയ്യാറുമുണ്ട്, പ്രാർത്ഥിക്കാറും എല്ലാം ഉണ്ട്.
ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരണത് മായ എന്ന് പറയുന്ന ഒരു ചേച്ചി പരിചയപ്പെടുത്തിയിട്ടാണ്. അത് ഞാൻ പറയുന്നില്ല, കാരണം അവർ പറഞ്ഞ് എൻ്റെ മനസ്സിനകത്ത് ഇവിടെ വരണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ദിവസം ഞാൻ സ്വപ്നത്തിൽ ഒരു പള്ളി സ്വപ്നം കാണുകയാണ്. പള്ളി വന്നപ്പോഴത്തേക്കും നല്ല മാല റോഡിൽ ഇങ്ങനെ ഞങ്ങൾ കാറിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ അയ്യോ ഒരു പള്ളിയുണ്ട് നമുക്ക് തൊഴാമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇറങ്ങി വന്നപ്പോൾ രണ്ട് സൈഡിലും മാലാകന്മാരെ പോലെ കുഞ്ഞ് പിള്ളേർ ഒരുങ്ങിയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അകത്തോട്ട് കയറാൻ വന്നപ്പോൾ ഭയങ്കര തിരക്ക് കാരണം ഞങ്ങൾക്ക് അകത്തോട്ട് കയറാം. അപ്പം എന്നോട് ഒരാൾ പറയുന്നു, മോളെ ഇന്ന് ഭയങ്കര തിരക്കാണ്, നിങ്ങൾ പോയാലും അകത്തോട്ട് കയറി നിങ്ങൾക്ക് തൊഴാൻ പറ്റില്ല എന്ന് പറയുന്നു. അങ്ങനെ ഞാൻ ആ സ്വപ്നത്തിൽ കണ്ടു. അപ്പം ഞങ്ങൾ അന്ന് എനിക്ക് വന്ന് ഞാൻ അകത്ത് എങ്ങനെയും ഇടിച്ച് കയറിയെങ്കിലും ഞാൻ മാതാവിനെ എനിക്ക് കാണാൻ പറ്റാതെ ഞാൻ തിരിച്ച് വിഷമത്തിൽ പോയി ഞാൻ പുറത്തുള്ള ഒരു മാതാവിനെ തൊഴിച്ചു വന്നു. അങ്ങനെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇവിടെ വരണമെന്നുള്ളത്. അങ്ങനെ വന്ന് അവസാനം ഞാൻ ഒരു ദിവസം ഇവിടെ വന്നപ്പോഴും ഒരു സൺഡേ ആണ് വന്നത്. അപ്പോൾ എനിക്ക് ഇവിടെ എങ്ങനെയാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടതാണെന്നോ ഒന്നും അറിയില്ലായിരുന്നു. ഞങ്ങൾ വന്നപ്പോൾ ഭയങ്കര ആൾ. പക്ഷെ അന്ന് ഞാൻ ആ കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയും, ഞാൻ സ്വപ്നത്തിൽ കണ്ട പള്ളിയാണെന്ന് പറയുന്നത്. അപ്പോൾ പുറത്തിരിക്കുന്ന ഒരു മാതാവാണ് യഥാർത്ഥത്തിൽ മാതാവെന്നാണ് ഞാൻ വിചാരിച്ചത്. അവിടെ എല്ലാം തൊഴുതിട്ട് ഇവിടെയൊക്കെ വന്നെങ്കിലും ഇവിടെ അന്ന് ധ്യാനം ഉള്ളത് കൊണ്ട് ഭയങ്കര ആളായിരുന്നു. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു ഇവിടെ എന്താണെന്ന്. അപ്പം ഞാൻ അങ്ങ് വീട്ടിൽ പോയി. 3-ൻ്റെ അന്നാണ് ഞാൻ അറിയുന്നത് യഥാർത്ഥത്തിൽ ഞാൻ മാതാവിനെ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ എൻ്റെ സ്വപ്നത്തിലും മാതാവിനെ കണ്ടില്ല. അപ്പോൾ സ്വപ്നത്തിൽ വന്നതും ഞാൻ യഥാർത്ഥത്തിൽ ആദ്യം വരുമ്പോൾ മാതാവിനെ കാണില്ല എന്നായിരുന്നു. അത് എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. രണ്ടാമത് ഞാൻ പിന്നെ ഒരു മാസം കഴിഞ്ഞാണ് വന്നപ്പോഴാണ് ഞാൻ മാതാവിനെ കാണുന്നത്. എൻ്റെ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഇവിടുത്തെ മാതാവിനെയും ഈശോയെയും എല്ലാവരെയും കാണുന്നത്. പിന്നെ എനിക്ക് ഒരു 11 വർഷമായിട്ട് എൻ്റെ 2 കാലും ഉറങ്ങാൻ പറ്റില്ല, ഭയങ്കര കോച്ചി പിടിക്കാണ്. കാരണം ഉറക്കത്തിൽ എണീച്ചിരുന്ന ഭയങ്കര കരച്ചിലാണ് ഭയങ്കര കരച്ചിൽ, നല്ല വേദനയാണ് കാല് കോച്ചി പിടിച്ച്. എന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു ടൂറൊക്കെ പോകുമ്പോഴും പോകാൻ പറ്റില്ല, കാരണം അത്രയും കാല് കോച്ചി പിടിക്കുക, തണുപ്പൊന്നും അടിക്കാൻ പറ്റില്ല. എപ്പോഴും കാലിൽ മരുന്നിട്ടിരിക്കണം, അല്ലെങ്കിൽ സോക്സ് ഇടണം, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഞാൻ ഇവിടുത്തെ ഉടമ്പടി തൈലം കൊണ്ട് എൻ്റെ കാലിൽ പറഞ്ഞിട്ട് അമ്മേ ഞാൻ എത്ര ദിവസം കൊണ്ട് രാത്രി ഒന്ന് ഉറങ്ങിയിട്ട് നല്ലതായിട്ട്, അതുകൊണ്ട് എനിക്ക് ഒന്ന് ഉറങ്ങണോ അമ്മേ, ഈ അസുഖം ഒന്ന് മാറ്റി തരുമോ എന്ന് ചോദിച്ച് ഉടമ്പടി തൈലം എന്നും ഇടാറുണ്ടായിരുന്നു. അങ്ങനെ ഇട്ട് 6 മാസമായിട്ട് ഞാൻ ഇപ്പം എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ എത്ര തണുപ്പിൽ നിന്നാലും കുഴപ്പമില്ല, രാത്രി കാല് മൂടാറില്ല. ഞങ്ങളിപ്പോൾ ഓണത്തിന് തന്നെ ഞാൻ എവിടെ തണുപ്പത്തെല്ലാം പോയിട്ട് പോലും എനിക്ക് കാല് കോച്ചി പിടിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. അതുകൊണ്ട് എൻ്റെ ഈ ഒരു കാലിൽ കോച്ചി പിടിക്കലും മാറ്റി തന്നതിന് അമ്മയ്ക്കും തിരുകുമാരനും ഒരുപാട് നന്ദിയുണ്ട്. ഈ അൾത്താരയിൽ കയറി നിൽക്കാൻ എനിക്കും എൻ്റെ കുടുംബത്തിനും സാധിച്ചതിലും അമ്മയ്ക്കും തിരുകുമാരനും ഒരുപാട് നന്ദി പറയുന്നു. ഞാനും എൻ്റെ കുടുംബം. ഞാൻ പരിശുദ്ധ അമ്മയ്ക്കും തിരുവോസ്തി രൂപനായ ത്രിയേക ദൈവത്തിനും എന്നെ ഇവിടെ ഒരിക്കൽ കൂടി ഈ അൾത്താരയിൽ നിർത്തുവാൻ അനുവദിച്ച ഈശോയ്ക്കും ഞാൻ കോടാനം കോടി സ്തുതികൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ എളിയ സാക്ഷ്യം ഞാൻ തുടരട്ടെ. എൻ്റെ പേര് സന്തോഷ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വരുന്നു. എൻ്റെ ഇത് 3-ാമത്തെ സാക്ഷ്യമാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 2024 13-ാം തീയതി 1-ാം മാസമാണ്. ഇപ്പോൾ എനിക്ക് ഈ 3-ാമത്തെ സാക്ഷ്യത്തിൽ കിട്ടിയ പരിശുദ്ധ അമ്മയിലൂടെ കിട്ടിയ രോഗസൗഖ്യം, എൻ്റെ ഈ വലത് കൈ 1 വർഷം നല്ല വേദനയും 6 മാസം കഴിഞ്ഞപ്പോൾ കൈ പൊക്കുവാനോ വെയിറ്റുള്ള ഒരു സാധനം എടുക്കുവാനോ പറ്റില്ലായിരുന്നു. ഞാൻ ഒത്തിരി മരുന്ന് കഴിച്ച് ഡോക്ടർമാരെ കണ്ട് അതിലൊന്നും സൗഖ്യം കിട്ടിയില്ല. ഞാനങ്ങനെ ഈ കഴിഞ്ഞ ജപമാല റാലിക്ക് പങ്കെടുക്കുവാനായിട്ട് ഞാനും എൻ്റെ ജീവിത പങ്കാളിയുമായി ഞങ്ങളിവിടെ വന്നു. അപ്പോഴേ വണ്ടിയിൽ സീറ്റിൻ്റെ സൈഡിൽ പിടിക്കുവാൻ പോലും എൻ്റെ ഈ വലത് കൈക്ക് പറ്റില്ലായിരുന്നു. കൈക്ക് ഭയങ്കര കഴപ്പും ഉളച്ചിലുമായിരുന്നു. ഞാൻ ഇടത് കൈ കൊണ്ടാണ് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചത്. കാരണം ജപമാല ഉയർത്തിപ്പിടിക്കുവാൻ പോലും എൻ്റെ ഈ വലത് കൈക്ക് പറ്റില്ലായിരുന്നു. അത്രമാത്രം ഉളച്ചിലായിരുന്നു എൻ്റെ കൈ. ഞാൻ ഇവിടെ നിന്നും ജപമാല റാലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴും നല്ല വേദനയായിരുന്നു. അത് കഴിഞ്ഞ അന്ന് ഞാൻ കൃപാസന ഉടമ്പടി തൈലം ഇട്ടുകൊണ്ട് ഞാൻ കിടന്നു. രാവിലെ ആയപ്പോൾ പൂർണ്ണമായും പരിശുദ്ധ അമ്മ എനിക്ക് സൗഖ്യം നൽകി എന്നെ അനുഗ്രഹിച്ചു. ആ വേദന ഇതുവരെയും എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. എൻ്റെ 2-ാമത്തെ സാക്ഷ്യം, എൻ്റെ ജീവിത പങ്കാളിയുടെ കാലിൽ എന്തോ ഒരു ചെറിയ മുറിവുണ്ടായി. ഷുഗർ രോഗിയാണ്. ആ മുറിവ് വലിയ വ്രണമായി മാറി.
ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും ആ മുറു വലുതായിക്കൊണ്ടേയിരുന്നു. ഉടമ്പടി തൈലവും ഉപ്പും ഉപയോഗിച്ചതിൻ്റെ പേരിൽ പൂർണ്ണമായും സൗഖ്യം പരിശുദ്ധ അമ്മ നൽകി ജീവിത പങ്കാളിയെ അനുഗ്രഹിച്ചു. മൂന്നാമതായിട്ട് എനിക്ക് നൽകിയ അനുഗ്രഹം, എൻ്റെ ഈ നിൽക്കുന്ന മകന് എന്ത് മാംസം കഴിച്ചാലും ചൊറിച്ചിലുണ്ടാകും, പുറം മുഴുവനും. ഹോസ്പിറ്റലിൽ കാണിച്ച് ഇംഗ്ലീഷ് മരുന്നുകളൊക്കെ കഴിച്ചിട്ടും കുറവില്ലായിരുന്നു. ടെസ്റ്റ് ചെയ്തിട്ട് ആ ടെസ്റ്റുകളിൽ ഒരു കുഴപ്പവുമില്ല. ഞാൻ ഉടമ്പടി തൈലമിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കും, ആ നിമിഷം തന്നെ മാറും. വീണ്ടും ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും വരും. അങ്ങനെ ഒരു 2-3 ആഴ്ച അങ്ങനെ തുടരെ ഉണ്ടാവുമായിരുന്നു. പിന്നീട് പൂർണ്ണമായും പരിശുദ്ധ അമ്മ ഉടമ്പടി തൈലത്തിലൂടെയും ഉപ്പിലൂടെയും തേനിലൂടെയും പൂർണ്ണ സൗഖ്യം നൽകി മകനെ അനുഗ്രഹിച്ചു. ഇതാണ് എൻ്റെ ഈ മൂന്നാമത്തെ സാക്ഷ്യം. നാലാമതായി എൻ്റെ നടുവിന് വേദനയുണ്ടായിരുന്നു. നടുവേദനയും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ പേരിൽ പൂർണ്ണ സൗഖ്യം നൽകി ദൈവം എന്നെ അനുഗ്രഹിച്ചു. ഞാൻ പ്രേക്ഷിത പ്രവർത്തനം, ഞാൻ പാവപ്പെട്ട ആളുകളെ എന്നെക്കൊണ്ടാവുന്ന സഹായങ്ങൾ ചെയ്യാറുണ്ട്. ഞാൻ ഒരു ഓട്ടോ ഡ്രൈവറാണ്. പൈസ ഇല്ലാതെ നടന്നു പോകുന്ന ആൾക്കാരെ ഞാൻ അവരെ വണ്ടിയിൽ കയറ്റി അവർ പോകേണ്ട സ്ഥലങ്ങളിൽ കൊണ്ടുവിടാറുണ്ട്. പലപ്പോഴും അവർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, വാഹനം വരുമ്പോൾ രാവിലെ ആയതുകൊണ്ട് അവർ കൈ കാണിക്കാത്തത് അവരുടെ കൈകളിൽ പൈസ ഇല്ലാത്തത് കൊണ്ടാണ്. പലരും അവരെ ഇറക്കി വിട്ടിട്ടുണ്ട്, കൈനീട്ടം കൊടുക്കാതെ വണ്ടിയിൽ കയറുന്നത് കൊണ്ട് ഇറക്കി വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വാഹനം എവിടെ കണ്ടാലും ആര് കണ്ടാലും കൈ കാണിച്ചാൽ ഒരു പൈസയും ഇല്ലാതെ കൈ കാണിച്ച് കയറണമെന്ന് ഞാൻ എൻ്റെ വണ്ടിയിൽ കയറുന്നവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവരെ പലപ്പോഴും ഞാൻ അങ്ങനെ കൊണ്ടുവിട്ടിട്ടുമുണ്ട്. പിന്നെ ഞാൻ ഈ 3 മാസത്തിനകത്ത് ഏകദേശം 60-65 കെട്ട് പത്രം ഞാൻ വിതരണം ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ്, തമിഴ്, മലയാളം. എനിക്ക് പത്രം വിതരണത്തിൽ എന്തോ പറയാനാ, ഒരു വലിയ അഭിഷേകമാണ് പരിശുദ്ധ അമ്മ എനിക്ക് നൽകിയത്. ഞാൻ 3 ഉടമ്പടി പുതുക്കുന്നത് വരെയും എനിക്ക് പത്രം കൊടുക്കുവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. 4ാമത്തെ ഉടമ്പടിയിൽ ഞാൻ പൗലോസ് ശ്ലീഹായുടെ തിരുവചനം എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കും. എൻ്റെ ജീവിതം ക്രിസ്തുവും മരണം നേട്ടവും ആണെന്ന ആ പരിശുദ്ധമായ തിരുവചനം എന്നിൽ നിറവേറണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. അന്ന് മുതൽ ഇന്ന് വരെയും എൻ്റെ വാഹനത്തിൽ കയറുന്ന എല്ലാവർക്കും പത്രം കൊടുക്കുവാനാണ് എനിക്ക് ആഗ്രഹം. പക്ഷേ എനിക്ക് പത്രം കിട്ടാറില്ല. ഞാൻ ഈ 3 മാസത്തിനകത്ത് ഇവിടെ നിന്നും 10-20-22 കെട്ട് പത്രം ഞാൻ വാങ്ങിക്കൊണ്ടുപോയി. പിന്നെ ബാക്കി ഞാൻ പോകുന്ന പള്ളികളിലും കുരിശടികളിലും, ഞാൻ ഏത് പള്ളിയിൽ പോയാലും കുരിശടിയിൽ പോയാലും ആദ്യം നോക്കുന്ന പത്രമാണ്. കാരണം ഈ പത്രം എടുത്ത് എൻ്റെ വാഹനത്തിൽ കയറുന്നവർക്ക് കൊടുക്കുവാൻ വേണ്ടി ആണ്. പക്ഷേ ഞാൻ അത് പത്രം കൊടുക്കുന്നതിലും ഒരു ലഹരിയായി മാറിയിരിക്കുകയാണ് ഇപ്പം. എത്രത്തോളം പത്രം കൊടുക്കുവാൻ എന്നെക്കൊണ്ട് കഴിയാതിരുന്നോ അത്രമാത്രം 100 മടങ്ങ് പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് പത്രവിതരണത്തിനും ഈശോയെ സാക്ഷ്യപ്പെടുത്തുവാനും എനിക്ക് അതിനെ കഴിവ് നൽകിക്കൊണ്ടിരിക്കുന്നു. അതിന് ഞാൻ കോടാനം കോടി സ്തുതി പരിശുദ്ധ അമ്മയിലൂടെ ഈശോയ്ക്ക് ഞാൻ നേരുന്നു. പിന്നെ ആഴ്ചയിൽ ഞാൻ ഉടമ്പടി എടുത്ത അന്ന് മുതൽ ഇന്ന് വരെയും എല്ലാ ആഴ്ചകളിലും ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഉപവസിക്കാറുണ്ട്. ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഒരു ദിവസം പോലും ഞാൻ ഉപവസിക്കാൻ എനിക്ക് പറ്റില്ലായിരുന്നു. ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടാൻ പോകുമ്പോൾ രോഗികളും മറ്റ് മരുന്ന് കഴിക്കുന്നവരും വാങ്ങുന്ന കൂപ്പൻ വാങ്ങുമ്പോൾ ഞാനും എണീറ്റ് നിന്ന് അവർക്കൊപ്പം കൂപ്പൻ വാങ്ങി ഭക്ഷണം കഴിച്ചിട്ടുള്ളവനാണ്. ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ആഴ്ചകളിലും എനിക്ക് ഉപവസിക്കുവാൻ കഴിയുന്നുണ്ട്. പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് വാങ്ങി നൽകിയ ഈ വലിയ കൃപയ്ക്ക് ഞാൻ കോടാനം കോടി സ്തുതി
ഈശോയ്ക്ക് നേരുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ മകൻ സൈക്കിളിൽ നിന്ന് കഴിഞ്ഞ മാസം വീണ് വലിയ അപകടമായിരുന്നു. പരിശുദ്ധ അമ്മ നിസാര പരിക്കുകളോടുകൂടെ മകനെ ആ അപകടത്തിൽ നിന്ന് രക്ഷിച്ചു. ഞങ്ങളെല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് അവരെ സ്കൂളിൽ പറഞ്ഞു വിടുന്നത്. അതുകൊണ്ട് മാത്രമാണ് വലിയ അപകടത്തിൽ നിന്ന് പരിശുദ്ധ അമ്മ മകനെ രക്ഷിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എൻ്റെ ജീവിതം പൂർണ്ണമായിട്ടും ഞാൻ ജീവിച്ചാൽ ക്രിസ്തുവിന് വേണ്ടി മാത്രം ജീവിക്കും, മരിച്ചാൽ ക്രിസ്തുവിന് വേണ്ടി മാത്രം മരിക്കണമെന്നുമാണ് എൻ്റെ ആഗ്രഹം. പരിശുദ്ധ അമ്മ അതിനെന്നെ സഹായിക്കട്ടെ എന്ന് അമ്മയോട് ഞാൻ യാചിക്കുന്നു. എനിക്ക് എൻ്റെ കുടുംബത്തിനും നൽകിയ ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ കോടാനം കോടി നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ എളിയ സാക്ഷ്യം ഞാൻ ഇവിടെ അവസാനിപ്പിക്കും. പരിശുദ്ധ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് സാക്ഷി പറയാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തിയ പരിശുദ്ധ അമ്മയ്ക്കും ദേവകുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് അപർണ. ഞാൻ വരുന്നത് തൊടുപുഴയിൽ നിന്നാണ്. ഇതെൻ്റെ അമ്മ. 2025 മാർച്ച് മാസമാണ് എൻ്റെ അമ്മ ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ അമ്മയുടെ ഉടമ്പടിയിലുണ്ടായിരുന്ന നിയോഗമായിരുന്നു എൻ്റെ പഠനകാര്യം. ഞാൻ 2022 തൊട്ട് ജർമ്മൻ പഠിക്കുകയായിരുന്നു. 24 എക്സാം എല്ലാം ക്രാക്ക് ചെയ്തത്. അതിനുശേഷം അമ്മ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ ഏപ്രിൽ മാസം ഒരു ഏജൻസിക്ക് എൻ്റെ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് പേപ്പറും കാര്യങ്ങളും എല്ലാം സബ്മിറ്റ് ചെയ്തു. ഞങ്ങൾ ഏപ്രിലാണ് സബ്മിറ്റ് ചെയ്യുന്നത്. ഏപ്രിൽ, മെയ് ആയി, ജൂണായി, ജൂലൈ ആയി, ഒരു മൂവ്മെൻറ്റും ഇല്ല. പ്രോസസ്സിങ് നടക്കുന്നില്ല, ഒന്നും നടക്കുന്നില്ല. അവരെ വിളിക്കുന്നുണ്ട്, അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു പോസിറ്റീവ് റെസ്പോണ്ടൊന്നും അവർ ചെയ്യുന്നില്ല. അങ്ങനെ അവർ പറഞ്ഞു വിസയ്ക്ക് ഡേറ്റ് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പം നമ്മളൊരു കോൺട്രാക്റ്റ് ഇല്ലാതെ എങ്ങനെ വിസയ്ക്ക് ഡേറ്റ് എടുക്കുന്നത്? വിസയ്ക്ക് ഡേറ്റ് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവരോട് ഞാൻ ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു, അല്ല, ആദ്യം വിസയ്ക്ക് ഡേറ്റ് എടുക്കാം, വിസയ്ക്ക് ഡേറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് വിസയ്ക്ക് ഡേറ്റ് എടുക്കുന്നു. നവംബർ മാസം 2025 നവംബർ മാസം വിസയ്ക്ക് ഡേറ്റ് എടുക്കുന്നു. അതിനുശേഷം ഇവർ എൻ്റെ ഇൻ്റർവ്യൂ ക്ലാസ്സുകളൊന്നും നടക്കുന്നില്ല, പ്രോപ്പറായിട്ട് അവരൊന്നും നടക്കുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നി ഇതെന്തോ ഫ്രോഡാണ്, സ്കാമാണെന്ന് എനിക്ക് തോന്നി. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, ഞാൻ കുറച്ച് പൈസ അടച്ചിട്ടുണ്ടായിരുന്നു, അത് തിരിച്ചു തരണമെന്ന് പറഞ്ഞു. അവർ തിരിച്ചു തരുന്നില്ല. കാരണം കൊടുത്തു കഴിഞ്ഞാൽ ആ പൈസ പോയി, പിന്നെ അവർ കിട്ടൂലല്ലോ, അങ്ങനെയാണല്ലോ പൊതുവേ. അങ്ങനെ എനിക്ക് വീട്ടിൽ ഇത് പറയാൻ പറ്റത്തില്ല, കാരണം വീട്ടിൽ പറഞ്ഞാൽ എന്നെയും വഴക്ക് പറയും. അങ്ങനെ അതിനുശേഷം ഞാൻ വീട്ടിൽ പറയാൻ ഇടയായി, ഇതുപോലെ ഒരു സംഭവമുണ്ട്, അവർ പൈസ കുറച്ച് മേടിച്ചു, അങ്ങനെയൊക്കെ. അതിനുശേഷം ഞാൻ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കാരണം കാശും പോയി, പ്രോസസ്സിങ് നടക്കുന്നില്ല. എൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി കഴിയാൻ ഒരു 2-3 മാസം കൂടെ ഉള്ളൂ. ഡിസംബർ 2 തീരും. അതിന് മുന്നേ കോൺട്രാക്റ്റും കിട്ടണം, എനിക്ക് കയറി പോവുകയും ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ അവർ എംബസി പറയും, റീ എക്സാം എഴുതാൻ പറയും. അത് പോസിബിൾ അല്ലൊരു കാര്യമല്ല. ഉടനെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചു, എടി നീ അവരുടെ കയ്യിൽ നിന്ന് പേപ്പറും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് നീ വേറൊരിടത്ത് കൊടുത്തോ, ഞാനൊരു നമ്പർ തരാമെന്ന് പറഞ്ഞ് അവൾ എന്നെ വിളിച്ചു. അങ്ങനെ ആ ചേച്ചിയായിട്ട് കോൺടാക്ട് ചെയ്തു. ആ ചേച്ചി പറഞ്ഞു, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പ്രോസസ്സിങ് ചെയ്യാം, വെക്കാൻ മെഡിക്കൽ എടുത്തോ, ഒരു കുഴപ്പമില്ല. നവംബർ മാസം നമ്മൾ വിസയ്ക്ക് വെക്കാൻ ഡേറ്റും എടുത്തോളാം പറഞ്ഞു. അങ്ങനെ ഒരു ഇൻ്റർവ്യൂ വന്നു. പ്രാർത്ഥനയുണ്ട്, കാര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ഉടമ്പടി ഉപ്പും തേനും ഒക്കെ അമ്മ എനിക്ക് നിരന്തരമായിട്ട് കഴിക്കാൻ തരുന്നുള്ളൂ. ഞാൻ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചു. അങ്ങനെ ഇൻ്റർവ്യൂ ആയി. ആദ്യത്തെ ഇൻ്റർവ്യൂ എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല, ഞാൻ അതിൽ ഫെയിലായി. രണ്ടാമതൊരു ഇൻ്റർവ്യൂ വന്നു. ആ ഇൻ്റർവ്യൂവർ വളരെ നല്ലൊരാളായിരുന്നു. കാരണം എന്നോടൊരു ഇൻ്റർവ്യൂ ആയിട്ടല്ല അത് നടത്തിയത്. വളരെ കൂളായിട്ട് എനിക്ക് മര്യാദയ്ക്ക് സംസാരിക്കാനും നല്ലവണ്ണം സംസാരിക്കാൻ പറ്റി. എനിക്ക് ലാംഗ്വേജ് കുറവാണ് എങ്കിൽ പോലും എനിക്ക് അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റി. അവർ പറഞ്ഞു, നിന്നെ സെലക്ട് ചെയ്യാം, കുഴപ്പമില്ല, കോൺട്രാക്റ്റ് ഞാൻ തരാമെന്ന് പറഞ്ഞു. പക്ഷെ അവർ കോൺട്രാക്റ്റ് തന്നില്ല. കാരണം ഇൻ്റർവ്യൂ കഴിഞ്ഞ് നവംബർ 3 കഴിഞ്ഞു. പക്ഷേ അവരെനിക്ക് കോൺട്രാക്റ്റ് തരുന്നില്ലായിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര വിഷമമായി. ഒരു ദിവസം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഞാൻ കൃപാസനത്തിൽ പോവാ, വീട്ടിലിരിക്കാൻ പറ്റത്തില്ല, അത്രയും പ്രയാസം. കാരണം പൈസ കൊടുത്തു, എല്ലാം ചെയ്തു, അവസാനം പൈസയും പോവും. വിസയ്ക്ക് ഡേറ്റ് എടുത്തതും പൈസ കൊടുത്തിട്ടാണ്. അങ്ങനെ
പ്രാർത്ഥിച്ച് ഞാനിവിടെ വന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, എടി നീ പോണ വഴിക്ക് ചിലപ്പോൾ നിനക്ക് കോൺട്രാക്റ്റ് കിട്ടിയേക്കും, എനിക്ക് അങ്ങനെ തോന്നിയെന്ന് എൻ്റെ അമ്മ പറഞ്ഞിരുന്നു. അപ്പം അമ്മ പറഞ്ഞു എന്നാൽ നല്ല കാര്യം എന്നും പറഞ്ഞ് ഞാൻ ഇവിടെ ഇവർ കൃപാസനത്തിൽ എത്തിയില്ല. ഞാൻ 9:30 ആകുമ്പോൾ ഇവിടെ എത്തുന്നത് രാവിലെ. പക്ഷേ 9:15 നവംബർ 17 9:15 എനിക്ക് എൻ്റെ കോൺട്രാക്റ്റ് വന്നെന്ന് പറഞ്ഞ് എനിക്ക് മെയിൽ വന്നു. ഞാനിവിടെ എത്തുന്നതിന് മുന്നേ തന്നെ പരിശുദ്ധ അമ്മയും ഈശോയും എനിക്ക് ആ കോൺട്രാക്റ്റ് നൽകി എന്നെ അനുഗ്രഹിച്ചു. അപ്പോൾ എനിക്ക് സന്തോഷമായി. ഞാൻ ആദ്യം കോൺട്രാക്റ്റ് കാണിക്കുന്നതും മാതാവിനെയാണ്, വേറെ ആരെയല്ല. ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കുന്നതും മാതാവിനെ ആദ്യം കാണിക്കുന്നതും. അതിനുശേഷമാണ് ഞാൻ വീട്ടിലൊക്കെ വിളിച്ച് പറയുന്നത് കോൺട്രാക്റ്റ് വന്നെന്ന്. എങ്കിൽ പോലും മറ്റൊരു പ്രശ്നം അതിൽ ഉണ്ടായിരുന്നു. സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി കഴിയാൻ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അന്നേരമാണ് ഞാൻ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്തു. വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യാൻ പോയപ്പം ഉപ്പിട്ട് പ്രാർത്ഥിച്ചിരുന്നു. BFS ഓഫീസിൽ ബയോമെട്രിക് എടുക്കാൻ പോയപ്പോൾ എല്ലായിടത്തും ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിരുന്നു. അതിനുശേഷം അപ്പോൾ എനിക്കൊരു ഉറപ്പായി. അപ്പോൾ തന്നെയല്ല, എനിക്കൊരു അടയാളം കാണിച്ചു തന്നിരുന്നു മാതാവ്. ഒരു നീല ഫയലിലാണ് എൻ്റെ എല്ലാ ഡോക്യുമെൻസും വെച്ചിരുന്നത്, സേഫാക്കി. അപ്പം ഞാനത് മാതാവിനോട് പറഞ്ഞിരുന്നു, എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം കാണിച്ചു തരണമെന്ന് പോകുന്നതിന് മുന്നേ. അങ്ങനെ എനിക്കത് കിട്ടി. വിസയ്ക്ക് സബ്മിറ്റ് ചെയ്തു. അതിനുശേഷം വിസ വരാനുള്ളൊരു ടൈം ഉണ്ടല്ലോ. എൻ്റെ വിസയ്ക്ക് അത്യാവശ്യം നല്ല ടൈം എടുക്കും. പക്ഷേ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, എത്രയും വേഗം എനിക്ക് കിട്ടിയാൽ കൊള്ളാമായിരുന്നു. കാരണം വാലിഡിറ്റി തീരാൻ കിടക്കുന്നു. തന്നെയല്ല, ക്രിസ്മസ് ന്യൂ ഇയർ വെക്കേഷനാണ്. അപ്പോൾ എംബസികളൊന്നും വർക്കിംഗ് അല്ലായിരിക്കും, അവരെല്ലാം ക്ലോസ് ചെയ്തിടും. അപ്പോൾ പെൻഡിങ്ങിൽ കിടന്ന് കഴിയുമ്പോൾ പിന്നെ അവർ നോക്കുമ്പം വാലിഡിറ്റി കഴിഞ്ഞു, ഉടനെ റിജക്ഷനാണ് എനിക്ക് പിന്നെ സംഭവിക്കാൻ പോണ ഒരു കാര്യം. അതെനിക്ക് നല്ലവണ്ണം അറിയായിരുന്നു. അങ്ങനെ അമ്മയോട് നിരന്തരമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അമ്മയോട് ഞാനൊരു അടയാളം ചോദിച്ചു, എന്തെങ്കിലും എൻ്റെ വിസയെ എന്തെങ്കിലും ഒരു മൂവ് ചെയ്യുന്ന ഒരു അടയാളം ഞാൻ ചോദിച്ചിരുന്നു. എനിക്കൊരു സ്വപ്ന ദർശനം ഉണ്ടായി. ഞാൻ സ്വപ്നത്തിൽ കാണുന്നത് എൻ്റെ കയ്യിൽ ഒരാൾ വന്നിട്ട് ഒരു പേപ്പർ, ഒരു കവർ തരുന്നു. ആ കവർ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ യെസ് അപ്രൂവ്ഡ് എന്നാണ് കാണിച്ചേക്കുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. അതൊരു സ്വപ്നമാണ് ഞാൻ കാണുന്നത്. അപ്പം സ്വപ്നം കണ്ട് ഞാൻ വീട്ടിൽ പറഞ്ഞു, അമ്മ ഇങ്ങനെ ഞാനൊരു സ്വപ്നം കണ്ടിരുന്നു, മാതാവാണോ കാണിച്ചു തന്നതെന്നാണ് തോന്നുന്നത്, എൻ്റെ വിസ അപ്രൂവ് ആവും, എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്നാണ് ഞാൻ തോന്നുന്നതെന്ന് ഞാനിങ്ങനെ മനസ്സിൽ അമ്മയോടും ഞാൻ വീട്ടിലും പറഞ്ഞു. അങ്ങനെ ഞാനത് പിന്നെ വെയിറ്റ് ചെയ്തു. എന്നിട്ട് പിന്നെ എനിക്ക് ഒരു ചെറിയ ടെൻഷൻ, ഇനി എന്തെങ്കിലും റിജക്ഷൻ സംഭവിക്കുമേ. എന്നിട്ട് ഞാൻ പിന്നെ മാതാവിനോട് ചോദിച്ചു, മാതാവേ ഒരടയാളം കൂടെ എനിക്ക് കാണിച്ചു തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചൊരു കാര്യമായിരുന്നു. എല്ലാവരും പറയുന്നത് കേൾക്കാം, വിസ 7ാമത്തെ പേജിൽ അടിച്ച് കിട്ടി, 9ാമത്തെ പേജിൽ അടിച്ച് കിട്ടി എന്നൊക്കെ. അപ്പം ഞാനും മാതാവിനോട് പ്രാർത്ഥിച്ചു. കാരണം മാതാവിടെ പ്രത്യക്ഷപ്പെട്ടത് ഡിസംബർ 7-നാണ്. ഞാൻ ജനിച്ചത് ഒരു 17-ാം തീയതിയാണ്. അതേപോലെ തന്നെ അങ്ങനെ പിന്നെ എനിക്ക് കോൺട്രാക്റ്റ് കിട്ടിയത് ഒരു 17-ആണ്. അപ്പോൾ 7 എന്ന് പറഞ്ഞ നമ്പർ എനിക്കൊരു വലിയ കോൺഫിഡൻസ് ആയിരുന്നു. അപ്പം എനിക്ക് 7ാമത്തെ പേജിൽ എൻ്റെ വിസ അടിച്ച് കിട്ടണമെന്ന് ഞാൻ നിരന്തരമായി പ്രാർത്ഥിച്ചു. അമ്മയോട് ഞാൻ പറഞ്ഞു, ഞാൻ ആരോടും പറഞ്ഞില്ല, അമ്മയോട് ഞാൻ പറഞ്ഞു, പരിശുദ്ധ അമ്മയോട് ഞാൻ പറഞ്ഞു, എനിക്ക് കിട്ടിയാൽ കൊള്ളാം മാതാവേ, എനിക്കത് കാണിച്ചു തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതിനുശേഷം അമലോത്ഭവ തിരുനാളാണല്ലോ ഡിസംബർ 8-ന്. അപ്പം ഞാൻ തിരുനാളിൻ്റെ അന്നോ 8-ാം തീയതിയോ ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചു. 8-നോ 9-നോ എനിക്കെൻ്റെ വിസ കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. എങ്കിൽ പോലും ഞാൻ പ്രാർത്ഥിച്ചു, മാതാവ് എനിക്കൊരു സന്തോഷ വാർത്ത, മാതാവിൻ്റെ തിരുനാളിലെ എന്തെങ്കിലും എനിക്കൊരു സന്തോഷ വാർത്ത തരണമെന്ന് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. 8-ന് അനക്കൊന്നും സംഭവിച്ചില്ല. 9-ാം തീയതി അതുപോലെ തന്നെ. പിറ്റേ ദിവസം 10-ാം തീയതി ആയപ്പം എനിക്ക് പെട്ടെന്ന് എൻ്റെ ഫോണിലോട്ടൊരു മെസ്സേജ് വന്നു, BFS ഓഫീസിൽ നിന്നാണ് എൻ്റെ പാസ്പോർട്ട് ഡിസ്പാച്ച് ആയിട്ടുണ്ടെന്നും പറഞ്ഞ്. ഞാൻ ഷോക്കായിപ്പോയി. കാരണം പെട്ടെന്ന് കിട്ടാത്തൊരു സാധനം മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചെങ്കിൽ പോലും. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായി. അയ്യോ, മാതാവ് ഇത് നടത്തി തന്നോ, എന്തായിരിക്കും ആ പാസ്പോർട്ടിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും എന്ന്. ഞാൻ 15-ാം തീയതി പോയി പാസ്പോർട്ട് കളക്ട് ചെയ്തു. ഞാൻ എന്താണോ പ്രാർത്ഥിച്ചത് അത് തന്നെ മാതാവ് എനിക്ക് നടത്തി തന്നു. ഞാൻ 9-ാം തീയതിയാണ് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചത്. 9-ാം തീയതിയാണ് എനിക്ക് 9-ാം തീയതി മെസ്സേജ് ഒന്നും വന്നിരുന്നില്ല, 10-ാം തീയതിയാണ് വരുന്നത്. പക്ഷേ എൻ്റെ പാസ്പോർട്ടിൽ 9-ാം തീയതിയാണ് വിസ അടിച്ച് കിട്ടിയ ഡേറ്റ്. അതേപോലെ തന്നെ ഞാൻ പ്രാർത്ഥിച്ചത് പാസ്പോർട്ടിൽ 7ാമത്തെ പേജിൽ എനിക്ക് വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടണമെന്നായിരുന്നു. അതേപോലെ തന്നെ 7ാമത്തെ പേജിലാണ് എനിക്ക് എൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടുന്നത്. പരിശുദ്ധ അമ്മയ്ക്കും ദേവകുമാരനും കൊടാനുകൂടി നന്ദി. ഞാൻ ഈ ജനുവരി 30-ന് ജർമ്മനിക്ക് പോവാണ്. ഞാൻ ഒരുപാട് ട്രൈ ചെയ്തിട്ടാണ് കിട്ടിയത്. നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ബലവും പിന്നെ അച്ഛൻ്റെ ധ്യാനവും അതേപോലെ തന്നെ ഡെയിലി ബ്രെഡും എന്നെ ഒത്തിരി ഇൻസ്പയർ ചെയ്തു. കാരണം
നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എനിക്ക് എൻ്റെ കഴിവിൽ വിശ്വാസം ഉണ്ടായിരുന്നു, പക്ഷേ പയ്യെ പയ്യെ അതൊക്കെ പോകാൻ തുടങ്ങി. പിന്നെയാണ് ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചത്. അങ്ങനെയാണ് എനിക്കിത് കിട്ടിയത്. അതേപോലെ തന്നെ ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനം പത്രം എല്ലാവർക്കും കൊടുക്കും. പിന്നെ പത്രം കൊടുക്കുമ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഇത് അർഹിക്കുന്ന ആൾക്കാരുടെ കയ്യിൽ കിട്ടാൻ നല്ല പാടാണ്. കാരണം നമ്മൾ പലരുടെയും കയ്യിൽ കൊടുക്കുമ്പോൾ അവിടെയൊക്കെ ഇട്ടിട്ട് പോവും. ചിലർ വായിക്കില്ല, ചിലർ സ്പോട്ടിൽ നമ്മൾ പറയും വിശ്വാസമില്ല, ചിലർ വിശ്വാസം ഇല്ലെങ്കിൽ അത് മേടിച്ചിട്ട് അത് എവിടെയെങ്കിലും ഇടും. അപ്പോൾ അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ പത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ എനിക്ക് അത് അർഹിക്കുന്നവരെ കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. അതുകൊണ്ട് അത് ഞാൻ അർഹിക്കുന്നവരുടെ കയ്യിൽ മാത്രമേ കൊടുക്കത്തുള്ളൂ, ചുമ്മാ ആൾക്കാരുടെ കയ്യിൽ ഞാൻ കൊടുക്കാറില്ല. അതേപോലെ തന്നെ അച്ഛൻ്റെ ധ്യാനങ്ങൾ ഷെയർ ചെയ്യുകയും പിന്നെ ഡെയിലി ബ്രെഡ് ഷെയർ ചെയ്യുകയും അപ്പം ഞാൻ വിശ്വാസത്തിലോട്ട് വന്ന ആൾക്കാരത് കളിയാക്കും. കാരണം ഞാൻ അങ്ങനെ ദൈവത്തിൽ പ്രാർത്ഥിക്കാത്ത ഒരാളാണ്. അപ്പോൾ പയ്യെ പയ്യാണ് ഞാൻ വിശ്വാസത്തിലോട്ട് വരുന്നത്. അതെന്നെ വളരെയധികം സ്വാധീനിച്ചു. കാരണം എൻ്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായി. എൻ്റെ ആത്മീയ ജീവിതത്തിലാണ് ഏറ്റവും കൂടുതൽ മാറ്റം ഉണ്ടായത്. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി നിരന്തരം. എനിക്ക് സമാധാനമുണ്ട്, ടെൻഷനില്ല. ഞാൻ പോവുകയാണെങ്കിൽ പോലും എനിക്ക് ഒട്ടും ടെൻഷനില്ല, വളരെ കൂളാണ്. മാതാവിനോട് നന്ദി പറയാനും സാക്ഷ്യം പറഞ്ഞിട്ടേ ഞാൻ പോവുള്ളൂ എന്ന് മാതാവിനോട് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഞാൻ വാക്ക് പാലിച്ചു. സാക്ഷ്യം പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി. ഈ സാക്ഷ്യം ഞാൻ മാതാവിനും തിരുക്കുമാരനും സമർപ്പിക്കുന്നു. ഞാൻ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ എൻ്റെ അപ്പായോടും അമ്മയോടും ഒപ്പം നിന്ന് നന്ദി പറയാനും എനിക്ക് സാക്ഷ്യം പറയാൻ എൻ്റെ അമ്മയും അപ്പായും അനുഗ്രഹിച്ച ഈ ദിവസത്തെ ഓർത്ത് ഞാൻ ഒരുപാട് കോടി നന്ദി എൻ്റെ അപ്പായോടും അമ്മയോടും പറയുന്നു. എൻ്റെ പേര് സുനി. ഞാൻ മാവേലിക്കരയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ ജൂലൈ 2025 ജൂലൈ 7-ാം തീയതിയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാനുള്ള കാര്യം എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി ഇല്ലാതെ വീട്ടിലിരിക്കുന്നൊരു അവസ്ഥയായിരുന്നു. ഞങ്ങളുടെ അടുത്തുള്ള 2-3 ചേച്ചിമാർ മുഖേനയാണ് ഞാൻ ഈ പിന്നെ കൃപാസനത്തെ പറ്റി അറിയാൻ കഴിഞ്ഞത്. അപ്പം എനിക്ക് കൃപാസനത്തെ പറ്റി അറിയാൻ കഴിഞ്ഞതിലൂടെ എനിക്ക് നഷ്ടപ്പെട്ടു പോയ എൻ്റെ അച്ഛനെ എനിക്ക് കിട്ടിയെന്നുള്ളതാണ് ഞാൻ ഇവിടെ സാക്ഷ്യപ്പെടുന്നത്. കാരണം ഞാൻ ഞങ്ങൾക്ക് 2 പേർക്ക് അച്ഛന്മാരില്ല. ഞങ്ങളിപ്പോൾ ഒരപ്പൻ്റെ സ്നേഹവും ഒരമ്മയുടെ സ്നേഹവും ഞങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ട്. അതോടൊപ്പം എൻ്റെ ഹസ്ബൻഡിന് പിന്നെ കൺസ്ട്രക്ഷൻ ഫീൽഡിലായിരുന്നു ജോലി. കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ആ ഫീൽഡിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നിടയ്ക്ക് ഒരു അപകടത്തിൽ എൻ്റെ ചേട്ടായുടെ കൈവിരൽ ഒടിഞ്ഞതിന് പ്രകാരം ജോലിക്കൊന്നും കട്ടിയുള്ള ജോലിയൊന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ജോലിക്കൊന്നും പോകാൻ പറ്റാഞ്ഞ് ഞങ്ങൾ ഒരുപാട് വിഷമിച്ച് ഒരുപാട് എടുത്ത് ജോലിക്കൊക്കെ ഞങ്ങൾ ശ്രമിച്ച് 2-3 കടകളിലൊക്കെ പോയി ജോലിക്കൊക്കെ നിന്ന്. പക്ഷേ അവിടെയൊന്നും സ്ഥിരമായിട്ട് നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷേ അവസാനം ഞങ്ങളിങ്ങനെ ഈ കൃപാസനത്തിനെ പറ്റി അറിയുകയും പിന്നെ അങ്ങനെ പക്ഷെ ഒരുപാടടുത്ത് ഞങ്ങൾ പോയി ശ്രമിച്ചു, പക്ഷേ ഒന്നും കിട്ടിയില്ല. ഈ കൃപാസനത്തെ പറ്റി അറിഞ്ഞ് ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഭാഗമായി അതിൻ്റെ അടുത്ത മാസം തന്നെ എൻ്റെ ഹസ്ബൻഡിന് ജോലി ലഭിച്ച്. എൻ്റെ അമ്മാതാവിൻ്റെ അപ്പായുടെയും ഗ്രേസിൽ തന്നെയാണ് ആ ജോലി കിട്ടിയെന്ന് ഞങ്ങൾക്ക് 100% ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇനി ഞങ്ങളുടെ ജീവിത അവസാന കാലം വരെ ഞങ്ങൾ എൻ്റെ അമ്മമാതാവിൻ്റെ അപ്പായുടെ ഒപ്പം ഇനി ഈ ഉടമ്പടിയിൽ തന്നെ ജീവിക്കാനാണ് ഞങ്ങളുടെ ആഗ്രഹവും. ഞങ്ങളുടെ ആ ഒരു വിശ്വാസത്തിൽ ജീവിക്കാനാണ് ഞങ്ങൾ ഉറച്ച് തീരുമാനിച്ചിരിക്കുന്നത്, ഞങ്ങൾ കുടുംബത്തോടൊപ്പം. പിന്നെ എൻ്റെ ഈ മോളുടെ ഒരു രണ്ടാമത്തെ രോഗസൗഖ്യത്തെ പറ്റിയാണ് പറയുന്നത്. അത് മോളേക്ക് പനിയായിട്ട് ഞങ്ങൾ മാവേലിക്കര ഹോസ്പിറ്റലിൽ പനിയായിട്ട് കൊണ്ടു ചെന്നപ്പോൾ കിടുങ്ങലുണ്ടായിരുന്നു. സാധാരണ പനി വരുന്ന പോലെ ഒരു കിടുങ്ങലല്ലായിരുന്നു. അപ്പോൾ ആ കാര്യം ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞെങ്കിൽ ഒന്ന് നമുക്ക് യൂറിൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പോൾ അതിനകത്ത് പിന്നെ ബ്ലഡിൻ്റെ അംശം കൂടുതലായിട്ട് കാണിക്കുന്നു യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പോൾ. അപ്പോൾ ഡോക്ടർ പറഞ്ഞെങ്കിൽ നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം. അപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ കിഡ്നിയിൽ 5 കല്ലാണ് കാണുന്നത്. അപ്പോൾ ഡോക്ടർക്ക് തന്നെ അതിശയം, ഇങ്ങനെ ഒരു കുഞ്ഞിൻ്റെ കിഡ്നിയിൽ 5 കല്ല് വരുന്നത്. ആ കാഷ്വാലിറ്റി കാണിച്ച് 2-3 ഡോക്ടർമാരെ കാണിച്ചപ്പോഴെല്ലാം അവർക്കെല്ലാം അതിശയം. അപ്പോൾ ഡോക്ടർ ഞങ്ങളുടെ മെഡിക്കൽ കോളേജിലോട്ട് ആദ്യം സർജനെ കാണാൻ പറഞ്ഞ് അവിടെ തന്നെ സർജനെ കണ്ടപ്പോൾ സർജൻ ആദ്യം തന്നെ മെഡിക്കൽ കോളേജിലോട്ട് റെഫർ ചെയ്തു. അങ്ങനെ ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോകാൻ ഇവിടെ വന്ന് ഞങ്ങൾ ആദ്യം അച്ഛനെ കണ്ട്
ഞങ്ങൾ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച്, അച്ഛൻ എൻ്റെ കുഞ്ഞിനെ സൈത്ത് പൂശി പ്രാർത്ഥിച്ച് കാശുരൂപം തന്ന് ഞങ്ങൾ അമ്മയോട് എൻ്റെ കുഞ്ഞിൻ്റെ ഞങ്ങളിനി ചെന്ന് ഡോക്ടറെ കണ്ട് സ്കാൻ ഇനി ചെയ്യണമെന്ന് പറയുമ്പോൾ സ്കാൻ ചെയ്യുമ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ കിഡ്നിയിൽ ആ ഒരു കല്ലേ കാണല്ലേ എന്ന് പ്രാർത്ഥിച്ചാണ് ഞങ്ങൾ ദിവസവും ഉടമ്പടി തൈലവും ഉപ്പും എല്ലാം ഞങ്ങൾ തേനും ഉടമ്പടി എടുത്ത് അന്ന് മുതൽ എൻ്റെ 2 മക്കൾക്കും ഞാൻ തേനും ഉപ്പും ഞങ്ങളെല്ലാവരും തേൻ ഉപയോഗിക്കും. തേൻ രാവിലെയും കഴിക്കും, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് 2 പേർക്കും കൊടുക്കും. അങ്ങനെ ഞങ്ങൾ ഇന്ന് ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടാണ്, ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലിയാണ് ഞാൻ കൊടുക്കുന്നത്. അങ്ങനെ എൻ്റെ കുഞ്ഞിന് ഞങ്ങൾ കോട്ടയത്ത് പോയി ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞ് നമുക്കൊന്ന് പിന്നെ ആദ്യം മുതലൊന്ന് ടെസ്റ്റ് ചെയ്യാം, യൂറിനെല്ലാം ടെസ്റ്റ് ചെയ്ത് ബ്ലഡും എല്ലാം ടെസ്റ്റ് ചെയ്ത് സ്കാനിങ് ചെയ്തോട്ട് 1 ആഴ്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അതെല്ലാം ചെയ്ത് സ്കാൻ ചെയ്ത ഡോക്ടർ തന്നെ ചോദിച്ചു ഇതെന്താണ് കുഞ്ഞിന് പറ്റിയെന്ന് സ്കാനിങ്ങിൽ. അപ്പം ഞാൻ പറഞ്ഞു ഇതുപോലെ. ഞാൻ പറഞ്ഞു അതങ്ങനെ ഒരു കാര്യമേ ഇതിനകത്തില്ലല്ലോ, ഡോക്ടർക്ക് തന്നെ അതിശയം. അപ്പം ഞങ്ങൾ കണ്ട ഡോക്ടറും പറഞ്ഞ് കുഞ്ഞിനൊരു കുഴപ്പവും ഇല്ലല്ലോ എന്ന്. അങ്ങനെ എൻ്റെ അമ്മ മാതാവ് നല്ല ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തന്ന്, ഞങ്ങളുടെ രോഗസൗഖ്യം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തന്ന് ഞങ്ങളുടെ അമ്മ മാതാവും എൻ്റെ അപ്പായെ പോലെ, സ്വന്തം അപ്പായെ പോലെ കാണുന്ന കാരണം ഞങ്ങൾക്ക് ഒരുപാട്, എൻ്റെ അമ്മ മാതാവ് ഞങ്ങൾക്ക് ഒരുപാട്, എനിക്കറിയാം ഞാൻ ഉടമ്പടിയിലായി ജീവിക്കുന്നതുകൊണ്ട് എനിക്കറിയാം ഞങ്ങൾ ഒരുപാട് കാര്യത്തിൽ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നും ഞങ്ങൾക്കിപ്പോൾ അങ്ങനെ ആരുടെ മുന്നിൽ ചെന്ന് ഒന്നും ഞങ്ങൾക്ക് കൈനീട്ടാനുള്ള ഒരിട എൻ്റെ മാതാവ് എനിക്ക് തന്നിട്ടില്ല ഇതുവരെ. ഈ ഉടമ്പടിയിൽ ജീവിക്കുന്നിടത്തോളം കാലം എനിക്ക് തരില്ല എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. എൻ്റെ അമ്മമാതാവ് ഒരുപാട് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിൽ ഉള്ള ഒരുപാട് പിന്നെ അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഉടമ്പടി എടുത്ത അന്ന് മുതൽ ആ പത്രം ഞാൻ ഉടമ്പടി എടുത്ത അന്ന് തന്നെ ഞാൻ ആശുപത്രിയിൽ കയറി എല്ലാവർക്കും കൊടുത്ത്, പിന്നെ ഞാൻ എല്ലാ മാസവും ഇവിടെ വന്ന് പത്രം വാങ്ങിച്ച് ഞാൻ എല്ലാ പിന്നെ മാവേലിക്കരയിലും ഹരിപ്പാട്ടും എല്ലാ ഹോസ്പിറ്റലുകളിലും പിന്നെ ഞാൻ മേടിക്കുമ്പോൾ വേറെ കൊടുക്കാത്തടത്തൊക്കെ ഞാൻ ഓട്ടോ ചേട്ടന്മാർക്കും അല്ലാത്ത എല്ലാവർക്കും പിന്നെ വീടിനടുത്തുള്ള ഓരോ പ്രാവശ്യം വീടിനടുത്തുള്ള ഞാൻ ജൂലൈ 2025 5-ാം തീയതി ഞാൻ ഉടമ്പടി എടുത്ത് അന്ന് മുതൽ എല്ലാ മാസവും ഞാൻ മുടങ്ങാതെ ഇവിടെ വരും. എൻ്റെ അമ്മയെ കാണുമെന്ന് ആഗ്രഹം തോന്നുമ്പോഴെല്ലാം. അപ്പോൾ എല്ലാവരും എന്നോട് പറയും, നീ വീട്ടിന് എൻ്റെ മകൾ തന്നെ പറയും എന്നോട്, അമ്മയ്ക്ക് എന്താണ് അമ്മ ഇങ്ങനെ പ്രാർത്ഥന, അമ്മ ഇങ്ങനെ എന്തിനാ ഇങ്ങനെ ഓവറായിട്ട് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ എനിക്കറിയില്ല, ഞാൻ അനുഭവിക്കുന്ന ഒരു സന്തോഷം എനിക്കറിയില്ല. ഞാൻ പിന്നെ ഈ ഉടമ്പടിയിൽ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഒരുപാട് പ്രാർത്ഥനയിൽ മുഴുവൻ കഴിയുന്നുണ്ട്. കാരണം സന്ധ്യാപ്രാർത്ഥനയില്ല, ഞങ്ങളിപ്പോൾ കുടുംബത്തോടെ ഇരുന്നാണ് ഞങ്ങളിപ്പോൾ യേശുവപ്പായനും പ്രാർത്ഥിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഉടമ്പടി പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്. കൊന്ത ചെല്ലുമ്പോൾ ഞാൻ കൊന്ത ചെല്ലുന്നത്, ദൈവരഹസ്യം ചെല്ലുന്നത് എൻ്റെ ജോസഫച്ചന് വേണ്ടിയിട്ടാണ്. കാരണം ഒരുപാട് മനുഷ്യർക്ക് വേണ്ടിയിട്ട്, ഒരുപാട് ജീവന് വേണ്ടിയിട്ട് എൻ്റെ ജോസഫച്ചൻ ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും സൈത്യയിൽ പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതുപോലെ ഞാൻ ഇനി എന്നും അതുപോലെ ഒരുപാട് എൻ്റെ ജോസഫച്ചന് എൻ്റെ രോഗസൗഖ്യം കൊടുക്കണേ, കൃപകൾ നൽകണേ. ഞാൻ കൊന്തയിൽ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ വേറെ ആർക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, എല്ലാ ആൾക്കാർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. ഒരുപാട് പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടി, എല്ലാ മേഖലകൾക്കും വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുന്ന പോലെ എല്ലാം ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ഞാൻ ആശുപത്രികളിൽ പോയി പൊതിച്ചോറ് കൊടുക്കും. പിന്നെ രോഗികൾക്ക് എന്നെക്കൊണ്ട് സഹായം, എൻ്റെ ഹസ്ബൻഡിന് ജോലി കിട്ടിയ ആ ശമ്പളത്തിൽ നിന്ന് ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെയൊക്കെ ഞാൻ അവരെ സഹായിക്കാറുണ്ട്. എൻ്റെ ഹസ്ബൻഡിനോട് പോലും പറയാറില്ല, ഞാനാണ് പൈസ ഞാൻ കൈകാര്യം ചെയ്യുന്നത്. എൻ്റെ ഹസ്ബൻഡ് അതിനെപ്പറ്റി ചോദിക്കുക പോലും ചെയ്യത്തില്ല. പിന്നെ ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ ഒരു ക്യാൻസർ ബാധിച്ച ഒരു അമ്മയ്ക്ക് ഞാൻ ഓണത്തിന് ഞങ്ങൾക്ക് തുണിയെടുത്തപ്പോൾ ആ അമ്മയ്ക്ക് ഞാൻ ഡ്രസ്സ് മേടിച്ച് കൊടുത്ത്, പിന്നെ എന്നെക്കൊണ്ട് മാസം കഴിയുമ്പോൾ ആ ചേട്ടയുടെ ശമ്പളം കിട്ടുമ്പോൾ ഞാൻ അതിനകത്തുനിന്ന് ഒരു ഓഹരി അമ്മയ്ക്ക് ഒരു ചെറിയ ഓഹരി കൊടുക്കും. പിന്നെ ഞാൻ ഇടയ്ക്ക് രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് അമ്മയ്ക്ക് ആരുമില്ല കൊണ്ട് കൊടുക്കും. പിന്നെ ഞാൻ എൻ്റെ മോടെ 3ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു. ആ ബർത്ത്ഡേക്ക് ഞങ്ങൾ ആഘോഷങ്ങൾ കുറച്ചിട്ട് പിന്നെ ഹരിപ്പാട് ആശുപത്രിയിലെ രോഗികൾക്ക് ഞങ്ങൾ അവിടെ ചെന്ന് പറഞ്ഞിട്ട്, പിന്നെ അവിടെ ഫുഡൊന്നും അകത്ത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് രീതിയിൽ കുറച്ച് സോപ്പും വലിയ ഡ്രസ്സുകളൊന്നും അങ്ങനെ വാങ്ങിക്കാൻ കഴിയാത്തതുകൊണ്ട് ഒരു തോർത്തും സോപ്പും മേടിച്ച് ഞങ്ങളെല്ലാ രോഗികൾക്കും കൊടുത്ത്, പിന്നെ അങ്ങനെ ഒരുപാട് പിന്നെ ഞാൻ എല്ലാ മാസവും എൻ്റെ ചേട്ടയുടെ പിന്നെ ശമ്പളം കിട്ടുമ്പോൾ ആ ശമ്പളത്തിൽ നിന്നുള്ള പൈസയ്ക്ക് ഒരു ഓഹരി എടുത്ത് ഞാൻ പിന്നെ ഫുഡുണ്ടാക്കി ഞാൻ ഹോസ്പിറ്റലിൽ ഞാൻ രോഗികൾക്ക് വെളിയിൽ കൊണ്ട് കൊടുക്കും. ഞാൻ അമ്മയുടെ അപ്പായുടെയും എല്ലാ മഹത്വത്തെ അവിടെ അറിഞ്ഞവരെ അറിയാത്തവരെ അറിയിക്കുകയും അറിഞ്ഞവരെ ആഴപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയിൽ തന്നെ ഞാൻ എല്ലാ
എല്ലാവരോടും എൻ്റെ അപ്പായുടെ അമ്മായുടെയും കാര്യം ഞാൻ എൻ്റെ സ്വന്തം അപ്പായും അമ്മയും പോലെയാണ് എൻ്റെ യേശോപ്പായും എൻ്റെ അമ്മായും കാണുന്നത്. ഞാൻ എത്ര നന്ദി പറഞ്ഞാലും എൻ്റെ യേശോപ്പായും അമ്മയോടൊന്നും എനിക്ക് നന്ദി തീരത്തില്ല. അതുപോലെ ജോസഫ് അച്ഛനോട് ഇവിടെയുള്ള എല്ലാ സ്റ്റാഫുകളോടും എനിക്ക് ഒരുപാട് തീർത്താൽ തീരാത്ത നന്ദിയുണ്ട്. പിന്നെ എനിക്ക് കൊണ്ട് ഒരു രോഗസൗഖ്യം, ഞാൻ ജപമാല റാലിയിൽ പങ്കെടുക്കുന്നതിന് മുമ്പേ എനിക്ക് തൊണ്ടയ്ക്ക് ഭയങ്കര വേദനയും ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. 2-3 മാസം എനിക്ക് വെള്ളം കഴിക്കാൻ പറ്റത്തില്ല. തൊണ്ടവേദന കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാനത് എൻ്റെ ഹസ്ബൻഡിനോട് പോലും പറഞ്ഞിട്ടില്ല. ഭയങ്കര അസ്വസ്ഥത. ഞാൻ ഉപ്പുവെള്ളം, ഇവിടുത്തെ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കും. ഉപ്പുവെള്ളം ഞാൻ വെള്ളത്തിൽ ഒഴിച്ച് വാവുള്ളും കുടിക്കുകയും ചെയ്യും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യും. അങ്ങനെ പക്ഷേ അഖണ്ഡ ജപമാല റാലിയിൽ എനിക്ക് ഈ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ ഭയങ്കര ആഗ്രഹമായിരുന്നു. എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് തന്നെ ഞാൻ വന്ന് എനിക്ക് ഒരു കുഴപ്പവും കൂടാതെ എനിക്ക് എൻ്റെ അമ്മയുടെ ഈ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുക്കാനും എൻ്റെ കുഞ്ഞ് തന്നെ ഇത്രയും ദൂരെ എൻ്റെ കുഞ്ഞ് നടന്ന് വന്ന് കുറച്ചൊക്കെ ഞാൻ എടുത്തുള്ളൂ. പക്ഷേ എനിക്കത് ഞാൻ നടന്ന് ഞാൻ ജപമാല ചെല്ലുമ്പോഴും ഞാൻ ഈശോപ്പയുടെ അമ്മയുടെ നന്ദി പറഞ്ഞാണ് ഞാൻ നടക്കുന്നത് തന്നെ. കാരണം എനിക്ക് അത്രയ്ക്കും എൻ്റെ കുഞ്ഞിങ്ങനെ നടക്കുന്നതിൽ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം ഇത്രയും ഈ പ്രായമുള്ള ഒരു കുഞ്ഞിങ്ങനെ നടക്കുക എന്ന് വെച്ചാൽ അത് ഒരിക്കലും ആർക്കും മനസ്സിലാവത്തില്ല ആ ഒരു കാര്യം. അങ്ങനെ ആ ജപമാല റാലിയിൽ എനിക്ക് പങ്കെടുക്കാനും കഴിഞ്ഞു. പിന്നെ എൻ്റെ ആ ഒരു രോഗസൗഖ്യം എനിക്ക് അതിലൂടെ മാറി. പിന്നെ ഞാൻ ഡെയിലി ബ്രെഡ് കൂടും, അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടും. എല്ലാ ആഴ്ചയിലും ചൊവ്വാഴ്ച ധ്യാന ആരാധനയിൽ പങ്കെടുക്കും. എല്ലാ രാവിലെയും വൈകിട്ടും ഒക്കെ ഞാൻ എപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കണമെന്ന് പോകുമ്പോൾ വചനങ്ങൾ പ്രാർത്ഥിക്കും. ഞാൻ ഉടമ്പടി ധ്യാനം ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ അടുക്കളയിലും എവിടെ ആയാലും തുണി കഴുകാൻ പോകുമ്പോൾ അവിടെ എല്ലാം ഞാൻ കൊണ്ട് നടന്ന് ഫോൺ ഓണാക്കി വെച്ച് ഞാൻ ധ്യാനവും സാക്ഷിയും ഒക്കെ ഞാൻ എപ്പോഴും അതാണ്. ഞാനിപ്പോൾ TV-കളൊക്കെ സീരിയൽ കാണുന്ന ഞാനിപ്പോൾ അതൊന്നും കാണാറില്ല. അങ്ങനെ ഒരു കാര്യമേ ഞങ്ങളിപ്പോൾ കുടുംബത്തിൽ സീരിയലേ കാണുന്നില്ല. ഞങ്ങൾ അങ്ങനെ കണ്ടുകൊണ്ടിരുന്ന ആ സീരിയൽ ഞങ്ങൾ കാണുന്നതേ ഇല്ല. ഒരു കാര്യവും ഇല്ല. ഞങ്ങളിപ്പോൾ എപ്പോഴും എനിക്ക് സാക്ഷ്യം കേൾക്കണം, ധ്യാനം കൂടണം എന്നുള്ളൊരു ചിന്തയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇനിയും എന്നെ ഈ അൾത്താരയിൽ എന്നെ നിർത്തി എനിക്ക് സാക്ഷ്യം പറയാനുള്ള ഒരു അനുഗ്രഹം എൻ്റെ അപ്പായും അമ്മായും തരണമേ. ഞങ്ങളുടെ കൂടെ എന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്കൊരു അനുഗ്രഹമായി എൻ്റെ അപ്പായും അമ്മയും കൂടെ ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിന്നെ 1,000 കോടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഇനിയും ഈ ഉടമ്പടിയിൽ തന്നെ ജീവിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയുന്നു, വിശ്വസിച്ച് പ്രാർത്ഥിക്കുക, ഭയപ്പെടേണ്ട. യേശയ്യ 43 വചനത്താൽ ഞാൻ പറയുന്നു, എൻ്റെ കർത്താവ് പറയുന്നു, ഭയപ്പെടേണ്ട, നിന്നോട് കൂടെയുണ്ട് ഞാൻ. അതാണ്, അങ്ങനെ പ്രാർത്ഥിക്കുക. ദൈവം എപ്പോഴാണ് നിൻ്റെ കൂടെ. ദൈവത്തിൻ്റെ നടയിൽ നീ താഴ്മയോടെ നീ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. ദൈവം അതിൻ്റെ സമയത്ത് നിന്നെ അനുഗ്രഹിക്കുമെന്നാണ് വചനത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ സംഭവിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. നന്ദി, 1000 നന്ദി എൻ്റെ യേശോപ്പായ്ക്ക്.